എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ തീരുള്ളൂ. നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഒരേ മാറ്റാണ്. ഞാനും ഒക്കെ ഇപ്പം കാരണന്മാരൊന്നുമില്ലല്ലോ, കാരണന്മാരും മരിച്ചുപോയി. ഇപ്പം നമ്മളെ പോലത്തെ മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. അഭിപ്രായം സ്വീകരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാം ഉണ്ടാവുമോ? ഇല്ല. നമ്മളെ ഒരു കാരണവർ ഉയർന്നു വരണം. അപ്പം നമ്മൾ ഓനപ്പം കാരണവരാക്കാം, ഓനും ഞാൻ ഒപ്പം കളിച്ചു നടന്നവനാണ് എന്നറിഞ്ഞാണ്ട് ഇവിടെ കാരണവർ ഉയർന്നു വരൂല. കാരണം ഒരാൾ ഉയർന്നു വരണം, അയാൾ നമ്മൾ തീർപ്പ് കൽപ്പിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ വാക്ക് ഷഡം ബ്രേക്കാണ്. ഈ 3 കൂട്ടരെ വിഷയം ഉണ്ടാക്കുകയാണ്. ഒരു വിഷയം ഉണ്ടായപ്പോൾ ഒരു സംഘടന നിൽക്കാതെ റസൂൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തിയപ്പോ ചോദിച്ചത്? ഗനീമത്ത് മുതലില്ലേ? അതിലില്ലാഹി റസൂൽ, അത് അള്ളാഹു റസൂലുള്ള, നിങ്ങൾക്ക് 3 കൂട്ടർക്കും അല്ല. ഇനിയിപ്പോ അള്ളാഹു റസൂൽ എന്താ ചെയ്യാ? നിങ്ങൾക്ക് ഒരുച്ചൊരു നിങ്ങൾ തൃപ്പതിപ്പെടാം, നമ്മളെന്താ തരുന്ന അവൾ തൃപ്പതിപ്പെടാം. അപ്പൊ ആ വിഷയം പരിഹരിച്ചു. വേറെ അപ്പൊ ഏകാധിപത്യല്ലേ? ചില വിഷയത്തിൽ ഏകാധിപത്യം ഞാൻ കാര്യം നടക്കൂല. ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കൽ അല്ലത്, ഇതൊരു തീർപ്പ് കൽപ്പിക്കുകയാണ്. ഇനി അല്ലാതെ എന്താ ചെയ്യുക? അപ്പൊ ആ നിലക്ക് ആ ഒരു കീഴ്വഴക്കമായി നമ്മുടെ പള്ളി കമ്മിറ്റികളിൽ, നമ്മുടെ സ്ഥാപന കമ്മിറ്റികളിൽ, നമ്മുടെ മഹല്ല് കമ്മിറ്റികളിൽ, നമ്മുടെ സംഘടനാ കമ്മിറ്റികളിൽ ഒക്കെ എന്ത് വേണം? നമ്മൾ അവസാനത്തെ വാക്കിനൊരാളുണ്ടായിരിക്കണം. അതാണ് അമീർ എന്ന് പറഞ്ഞ ആള്. അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളും കാര്യങ്ങളും അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ, അത് അള്ളാഹു ചെയ്തു കൊടുക്കുക എന്നല്ലാതെ നമ്മളെ നാട്ടിലെ നമ്മുടെ സാഹോദര്യ ജീവിതം നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു അവസാനത്തെ വാക്ക് വേണം എന്നുകൂടി സംഭവം പഠിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരണതല്ല. ഈ മഹാന്മാരായ സാഹബത്ത് ഇപ്പൊ അവരിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായതാപ്പത്. ഇതിപ്പോ നമ്മൾ ആരാടുക്കേണ്ടതെന്ന്, ആരാണിപ്പോ ഇവര്? ഈ സാധു മനുഷ്യന്മാരാരാണ് സഹോദരന്മാരെ? നിങ്ങൾ എത്രയോ കേട്ടതല്ലേ ഈ ബദരീങ്ങൾ എന്ന് പറഞ്ഞ ആളുകള്, മഹാന്മാര് അള്ളാഹുവിൽ മാത്രം അങ്ങ് തവക്കുലാക്കി അസ്മ ചെയ്ത മനുഷ്യന്മാരാണ്. അള്ളാഹുവിൽ അസ്മ ചെയ്യാം. ഇവരെ പേടിപ്പിച്ചല്ലോ ശത്രുക്കൾ, ഒരു വിഭാഗം ആൾക്കാർ. എങ്ങനെയാ പേടിപ്പിച്ച്? നിങ്ങൾക്കെതിരെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരിക്കണു. ശരി തന്നെയല്ലേ? 313 ആളല്ലേ ഇവിടെ ഉള്ളൂ ആകെ ഉള്ളത്. മറുഭാഗത്ത് 950 ആൾ ഒരുമിച്ച് കൂടിയിരിക്കണു. മാത്രമല്ല യുദ്ധത്തിന് പോയതുമല്ലല്ലോ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ വിശദീകരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 313 ആൾക്കാരായിട്ട് പോകുമ്പോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അടുത്ത് ഒരു വാളുണ്ട്, സുബൈർ ബിൻ അവ്വാൻ എന്ന് പറഞ്ഞ സാഹിബിന്റെ അടുത്ത് ഒരു വാളുണ്ട്. 2 വാളാ ആകെ ഉള്ളത്. ഈ 2 സാഹിബ് അതുപോലെ അതിലേറ്റ് എടുത്തൊന്നല്ല, ഓരോരുത്തേ വാളുള്ളൂ എന്നർത്ഥം. അങ്ങനെ ആ പണം മൊത്തം മദീനയെ ചുവപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഏറ്റുമുട്ടൽ ആഗ്രഹിച്ചില്ലല്ലോ. ഏറ്റുമുട്ടൽ ആഗ്രഹിച്ചിരുന്നെങ്കിൽ മക്കയിൽ നിന്ന് പോകേണ്ടിയിരുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് മനുഷ്യന്മാരെ ചോര ചിന്തരുത് എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ടാണ് അവർ എന്ത് അക്രമം നടത്തിയപ്പോഴും എന്താക്കണത്? ക്ഷമിച്ചു കൊടുത്തത്. ക്ഷമിച്ചു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കണം എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലെ റസൂൽ അനുവദിച്ചു കൊടുത്തല്ലോ ആദ്യഘട്ടത്തിൽ. സിദ്ദീഖ് അതൊക്കെ പ്രശ്നം ഉണ്ടാവും, അവർക്കിത് മനസ്സിലാവില്ല, അവർ തല്ലും, അപ്പൊ നമ്മൾ തിരിച്ചു തല്ലേണ്ടി വരും, മനുഷ്യന്മാരെ ചോര ചിന്തും, നീ അതിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് സബൂറാക്കുകയാണ് ചെയ്തത്. എല്ലാ നിലക്കും അങ്ങനെ പോന്നു. അവസാനം ഏതെങ്കിലും മനുഷ്യൻ ചെയ്യോ? സ്വന്തം വീട് പോലും വളഞ്ഞിട്ട് ഒന്ന് തിരിച്ചടിക്കാതിരിക്കാന്ന് ഇല്ല, അത് ഒഴിവാക്കിയിട്ട് മദീനയിലേക്ക് പോരുക ചെയ്തത്. ഇപ്പൊ മദീനയില് വളരെ പട്ടിണിയാണെങ്കിലും സമാധാനത്തോടെ കടന്നുറങ്ങാം, നിക്കരിക്കാം, നോൽമ്പ് കൊടുക്കുക, എല്ലാം റായത്താണ്. ഇപ്പം പട്ടിണിയാണെന്നുള്ളൂ, എന്നൊക്കെ സന്തോഷമാണ്. ആ നിരക്ക് ജീവിക്കുമ്പോൾ മക്കാർ മനസ്സിലാക്കേണ്ടത് ശല്യം തീർന്നു കിട്ടിയെന്ന് വിചാരിച്ച് ഒരു ആക്രമിക്കാൻ വരാതിക്കല്ലേ വേണ്ടത്. പക്ഷെ ഇവർ യോഗം കൂടി തീരുമാനിച്ച എന്താണ്? യോഗം കൂടി തീരുമാനിച്ചത് മദീനപ്പോ മുഹമ്മദിന്റെ കയ്യിലായി. അതുകൊണ്ട് ആ നാടിങ്ങനെ വികസിക്കും, അപ്പൊ നമുക്കൊക്കെ ശല്യവും. അതുകൊണ്ട് എങ്ങനെങ്കിലും അവനെ നശിപ്പിക്കണം, അവന്റെ ആളുകളിൽ. പക്ഷെ ഇതിപ്പോ 2 രാജ്യങ്ങൾ തമ്മിലായി ഇപ്പൊ പ്രശ്നം. അപ്പൊ തടി കൊണ്ട് മാത്രം നടക്കൂല, പണം വേണം. അവിടെയുള്ള ആൾക്കാർക്കും പൈസ കൊടുക്കണം. അപ്പൊ പണം എങ്ങനെ ഉണ്ടാക്കുക? ഇതിന് കോടി ഉറുപ്പ്യ വേണം. എവിടെന്നാ പണം ഉണ്ടാക്കുക? അപ്പൊ അബൂ സുഫിയാൻ ഏറ്റവും വലിയ വ്യവസായി, അദ്ദേഹം തന്ത്രം പറഞ്ഞാണ് പണിന്റെ. അതിന് നമ്മൾ ഷെയർ ബിസിനസ് തുടങ്ങിയാൽ മതി. എല്ലാവരും വീതം എടുക്കുക, എല്ലാവരും വീതം തരിക. വീതത്തിന്റെ ഒരു ചെറിയ സംഖ്യ ലാഭമായിട്ട്, ലാഭത്തിന്റെ ഒരു ചെറിയ സംഖ്യ വീതം മുടക്കൽ കിട്ടും. ബാക്കിയൊക്കെ മുഹമ്മദിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി സംഭരിക്കാം. അങ്ങനെ ദിവസങ്ങളായി ആലോചിച്ച് വലിയ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂട്ടി ഇപ്പൊ കച്ചവടം ചെയ്ത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ലക്ഷങ്ങളുമായിട്ട് ഇവർ വരികയാണ്. ആ പണങ്ങാനും മക്കത്തെത്തിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കും. തിരിച്ചടിയല്ല, നമ്മൾ തിരിച്ചു പോന്നാ തിരിച്ചടിക്കാതെ. ഇവര് ഇനിയും ശക്തമായി നമ്മളെ തകർക്കാൻ നോക്കും. മാത്രല്ല അതിന്റെ ഇരകളാവുക ആരാണ്? ഈ നിരപരാധികളായ മദീനക്കാരാണ്. ഇവർ സാധു മനുഷ്യന്മാരാണ്. ഇവർക്ക് എന്താ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരാശയപ്പൊരുത്തം ഉണ്ടായതാണ്. ആ ആശയപ്പൊരുത്തത്തിന്റെ പേര് നമ്മളെ സംരക്ഷിച്ചതാണ്.
അതിന്റെ പേരിൽ ഇപ്പൊ ഞമ്മക്ക് അഭയം നൽകിയതിന്റെ പേരിൽ ഇവിടെ ചോര ചിന്തുക എന്നുള്ളത് ഭയങ്കര സങ്കടമാണ്. അപ്പൊ ഇനി അവർക്ക് ചോര ചിന്തയേ പറ്റുള്ളൂ എങ്കിൽ നമുക്ക് എന്താക്കാം, ഈ നാട് നിന്ന് കൊടുക്കാം. 235 കിലോമീറ്ററിലേറെ ഉണ്ട് മക്കയിൽ നിന്ന് ബദറിലേക്ക്. 300ന്റെ അടുത്ത് കിലോമീറ്റർ ഉണ്ട് ഇപ്പത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ. ഇത്രയും ദൂരത്തേക്ക് നിന്ന് കൊടുക്കുക. കാരണം എന്താ, അവരിഞ്ഞ് ഇവിടെ വന്ന് ലഹളുണ്ടാക്കി ഈ നാട്ടുകാർ ഈ ചോര കണ്ട് ഇതിന്റെ വിഷമമൊന്നും അറിയണ്ട. നമ്മളെ സഹായിച്ചതിന്റെ പേരിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട്ടിൽ, നമ്മളെ സ്വന്തം വീട്ടിൽ എന്തോ മഴ പെയ്തിട്ടോ മറ്റോ ഇടങ്ങേറായിട്ടിക്കോളി, അപ്പൊ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ 2 ദിവസം താമസിക്കുകയാണ്. അപ്പൊ നമ്മൾ താമസിച്ചതിന്റെ പേരിൽ അവിടെ ഇടങ്ങേറുണ്ടായത് എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുമല്ലോ. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരിനി വർദ്ധിച്ച ശക്തി ഇപ്പോൾ തന്നെ അവർക്കുണ്ട്. അതും വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് അവരിങ്ങോട്ട് വന്ന് നമ്മൾ ഈ നാട് ഹലാക്കാക്കുമ്പോ പണിയുണ്ടടാ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോ ആ കച്ചവട സംഘത്തെ തടയാൻ പറ്റുമെന്ന് ആലോചിക്കല്ലേ എന്നുള്ള. അതിനിപ്പോ പിന്തുണ കിട്ടേണ്ടത് ആരുടേതാണ്? ഇതിലുണ്ടോ? മദീനക്കാരുടെ പിന്തുണ കിട്ടേണ്ടത്. ഇവരുടെ ആവശ്യമല്ല. ഇവരെന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് തന്നെ ഉള്ള ആളാ. കാരണം എന്താ, ഇവര് സ്വന്തം വീടും കുടുംബം ഭരിച്ചറിഞ്ഞ ഒപ്പം പോകുന്നവരാണ് ഈ മുഹാജിരികൾ എന്ന് പറഞ്ഞ ആൾക്കാർ. ബാക്കി അതേ സമയത്ത് അവരിപ്പോ ഓരോട് പിന്തുണ ചോദിക്കേണ്ട ആവശ്യമില്ല. ഓരിപ്പോ പോവല്ലേ വെച്ചാൽ പോകാറ്, അത്രേ ഇപ്പൊ അതിലുള്ളൂ. പക്ഷെ മദീനക്കാരെ ലെവലറിയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആണെന്ന് എന്റെ ഓർമ്മ, നബിയെ ഞങ്ങളെ അഭിപ്രായം അറിയലാണോ നിങ്ങളെ ലക്ഷ്യം എന്ന് ചോദിച്ചു. അങ്ങനെ ലക്ഷ്യമില്ലായല്ല എന്ന് പറഞ്ഞു. എന്നാ നബിയേ, ഞങ്ങൾ അല്ലാഹുവിനെയും നിങ്ങളെയും സ്വർഗത്തെയും കണ്ട് അങ്ങയുടെ മതം, അങ്ങയുടെ ആശയം അംഗീകരിച്ച ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായ ഒരു തീരുമാനമില്ല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനം എന്താണോ അതേ ഞങ്ങൾക്കുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. സഹോദരന്മാരെ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, മദീനയിലെ ഗ്രാമീണ ജനത, അവരെ മനസ്സിപ്പോ എത്രത്തോളം പാകപ്പെട്ടെന്നറിയോ? 7 മക്കളുള്ള ഒരു സ്ത്രീ ഉണ്ട് ഈ ചോദ്യം കേൾക്കുന്നത്. 7 മക്കളുള്ള 4 മക്കൾ മദീനയിൽ ഉണ്ടായിരുന്ന ഭർത്താവിനാൽ ഉണ്ടായതാണ്. ആ ഭർത്താവിന് ശേഷം പിന്നെ പെണ്ണ് മക്കയിലുള്ള ഭർത്താവിൽ നിന്ന് 3 കുട്ടികളുണ്ടായതാണ്. അങ്ങനെ 7 കുട്ടികളുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ 4 അൻസാരി കുട്ടികളും 3 മുഹാജിരി കുട്ടികളും. ഈ 7 കുട്ടികളെ നമ്മളുണ്ടല്ലോ ഇറച്ചിക്കോയിക്കളെ അങ്ങോട്ട് പിടിച്ചെടുക്കണ മാതിരി 7 കുട്ടികളെ കയ്യും ഒന്നിച്ച് പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നമ്മെ ആക്രമിക്കാൻ വേണ്ടി സമ്പത്തുമായി വരുന്ന ആളുകളെ പിടിക്കാൻ, തടയാൻ ഒരു പെണ്ണെന്ന നിലക്ക് എന്നോട് സാധിക്കുകയില്ലല്ലോ. പരിധിയും പരിമിതിയും അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിതാ എന്റെ 7 മക്കളെയും ആ ഉദ്യമത്തിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു നബിയേ. ഇതൊരു സ്ത്രീ പറയണമെങ്കിൽ ഇതിനു മാത്രം മദീനക്കാര ജനങ്ങളുടെ കൽബ് ഇപ്പൊ ഈ വിഷയവുമായി അടുത്തു. അതുകൊണ്ട് പോകാൻ യുദ്ധത്തിലാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അവർ ചോദിക്കുമായിരുന്നു, കത്തി വേണ്ടേ, വാള് വേണ്ടേ, ആയുധം വേണ്ടേ? അത് നമ്മൾ ഇല്ലല്ലോ എന്ന് പറയും. ഇതല്ല പോണത്. ഇത് അവർ കുറച്ച് കച്ചവടക്കാർ വരുന്നുണ്ട്, അതിൽ വെച്ച് പണുണ്ട്, അത് തടഞ്ഞു വെക്കുക, അതിന് പോകാന്നുള്ള ആ നിലക്കപ്പം അവർ പോണത്. അങ്ങനെ ഇവർ ചെന്നപ്പോ ഖുർആൻ പറയണു, സഹോദരന്മാരെ, അല്ലദീന ഒരു കൂട്ടര് ഖാലലഹും അവരോട് പറഞ്ഞു, അന്നാസു ജനങ്ങൾ പറഞ്ഞു. സൂറത്ത് അഹ്സാബിലാണെന്ന് കാണാം. അല്ലദീന ഖാലലഹും അന്നാസു ജനങ്ങൾ അവരോട് പറഞ്ഞു, ഇന്നന്നാസ് മനുഷ്യന്മാര് ഖദ് ജമഊ ലക്കും നിങ്ങൾക്ക് നേരെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, അതുകൊണ്ട് ഫഖ്ശൗഹും നിങ്ങൾ അവരെ പേടിച്ചു കൊള്ളുവീൻ. ഇതിപ്പോ പോകുമ്പോ വഴിയിൽ വെച്ച് കിട്ടിയ വാർത്തയാ. ഖുർആൻ പറയാണ്, ഇത് പോകുമ്പോഴുള്ള ഒരു വിഷയമായിരുന്നില്ല, പോകുമ്പോ അങ്ങനെ ഒരു കഥയില്ല. പോകുമ്പോഴുള്ളത് ഇപ്പൊ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലൊരു ചെറിയ കച്ചവട സംഘം വരുന്നുണ്ട്. ചെറിയ കച്ചവട സംഘമാണെങ്കിൽ വലിയ പണമുണ്ട്, സമ്പത്തുണ്ട്, അത് തടയാന്നുള്ള ലക്ഷ്യമുള്ളൂ. അങ്ങനെ വഴിയിൽ വെച്ചാ കേൾക്കുന്നത് അബൂ സുഫിയാൻ എന്തായിട്ടുണ്ട്, മക്കയിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? 100 കുതിരകൾ 100 കുതിരകൾ യാത്ര ചെയ്യാനല്ല, അത് യുദ്ധത്തിൽ ചാട്ടുളി പോലെ ചാടിപ്പിക്കാന് ഉള്ള യുദ്ധത്തിൽ നൈപുണ്യം നേടിയ 100 കുതിരകൾ, നിരവധി വാളുകൾ, 950 യോദ്ധാക്കൾ, അവരെ നിയന്ത്രിക്കുന്ന നേതാക്കൾ, അവരാവേശം കൊള്ളിക്കുവാനുള്ള പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ, അവരെ ഓർമ്മ കൊള്ളിക്കാനും അവരെ ആവേശം കൊള്ളിക്കാനുള്ള കൈമുട്ടിക്കളിക്കാർ, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു.
അതുകൊണ്ട് വഖ്ശൗഹും പേടിച്ചുകൊള്ളുവീൻ. ഈ വൃത്താന്തം കിട്ടിയപ്പോൾ ഈ പോയ സാധു ജനങ്ങളുണ്ടല്ലോ, അവരെന്ത് പറഞ്ഞു? അവരുടെ അവസ്ഥ എന്താ ഖുർആൻ പറയുന്നത്? ഫസാദഹും ഈമാനാ. അതങ്ങ് കേട്ടപ്പോ അവർക്ക് ഈമാൻ അങ്ങ് വർദ്ധിച്ചു. ഖാലു അവര് പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് നമ്മളെ അല്ലാഹ് മതിയല്ലോ, അവനെ നമ്മൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ, തിരിഞ്ഞു പോകാന്ന് പറഞ്ഞത്. എന്നാ പിന്നെ നമ്മൾ പോക നബി എന്ന് പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവേശം കൊടുക്കുകയാണ് ഈ സഹാബത്ത്. അവർ പറഞ്ഞു, ഹൈ നമുക്ക് അല്ലല്ലേ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആൾക്കാർ നമ്മളിപ്പോ ഓല ആക്രമിക്കാനൊന്നും പോവല്ലോ, എന്നിട്ട് പോയി നമ്മൾ ആക്രമിക്കാൻ വരികയല്ലേ, ഇത് നമ്മൾ തിരിഞ്ഞു പോകണേ ശരിയില്ല. നമുക്ക് അല്ലുണ്ട് നബിയെ, അല്ലുണ്ട് വനിഅമൽ വകീൽ, അവൻ ഭരമേൽപ്പിക്കാൻ പറ്റിയവനാണ് എന്നങ്ങ് പറഞ്ഞവ ചെന്നപ്പോ അല്ലാഹ് പറയണു, ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹ്. അവര് തിരിച്ചു പോന്നു, തിരിച്ചു പുറപ്പെട്ടു. ബിനിഅമത്തിൻ മിനല്ലാഹി വഫളിൻ, അല്ലാഹുവിന്റെ അങ്ങേയറ്റത്തെ നിഅമത്തും അല്ലാഹുവിന്റെ അങ്ങേയറ്റത്തെ ഔദാര്യവും കൊണ്ട്. ലം യംസസുഹും സൂഉൻ, അവരെ ഒരു അനർത്ഥവും പിടികൂടിയില്ല. കണ്ടോ, ഈ ഒരൊറ്റ വിശ്വാസം. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുകയാണ്, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ളൂ. ഇപ്പൊ അള്ളാഹിന്റെ വിഷയത്തിന് വേണ്ടി പോരുകയാണ് നമ്മള്. അപ്പൊ അവിടെ മനുഷ്യന്മാര് ഉണ്ടെങ്കിലും അവനെ പഠിച്ചോൾ നിയന്ത്രിച്ചോളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ അത് അള്ളാഹു കൊണ്ട് എസ് വെച്ചിട്ട് അവർ തിരിച്ചു പോരുമ്പോ കണ്ടില്ല, എല്ലാം യംസസുഹും സൂ, അവർക്കൊരു അനർത്ഥവും ഒരു സംഗതി അവർക്ക് സംഭവിച്ചില്ല. ഇതെന്തുകൊണ്ട് സംഭവിച്ചില്ല? ഇവർ ഈ പ്രകടിപ്പിച്ച വിശ്വാസത്തിന്റെ പേരിലാണ്. അതേ സമയത്ത് നമ്മളിപ്പോ അള്ളാഹുമായി എവിടെ എത്തിയിട്ടുള്ളൂ? പാമ്പ് മടയിലുണ്ട് എന്ന് കേട്ടപ്പോ ചില മനുഷ്യന്മാരിങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഒരു കോലുണ്ട്. ഒന്നോ രണ്ടോ മനുഷ്യന്മാരെങ്ങൾ എന്ത് വന്നാലും വേണ്ടില്ല എന്നാണ് കോഴിക്കളെ പിടിക്കും എന്നുള്ള എനിക്ക് ബടിയും ഇതൊക്കെ എടുത്തിട്ട് കുത്തു. വേറെ കുറെ മനുഷ്യന്മാർ അങ്ങോട്ട് കുത്ത് എന്ന് പറയുമ്പോൾ ആ കാല് ഇവിടേക്കാണ് ചാടുകയാണ് ഈ പായേണ്ടി വരും. അന്നലക്കുള്ള ഒരു അള്ളയപ്പം നമുക്ക് ഇന്ന് പൊതുവെ മനുഷ്യന്മാരിൽ മഹാഭൂരിപക്ഷത്തിലുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ വിഷയങ്ങളൊക്കെ പരിഹരിക്കാതെ പോകുന്നത്. അതേ സമയത്ത് നമ്മൾ വേണ്ടത്, നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ പടച്ചോൻ വിജയിപ്പിച്ചു വരും. നമ്മളെ ലക്ഷ്യം നല്ലതാണ്, വേറെ ഒരു ലക്ഷ്യം നമുക്ക് ഇല്ലല്ലോ. ആ നിലക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ അത് നമ്മൾ പറയും വേണം, അതിങ്ങനെ ഇടയ്ക്ക് ആവർത്തിക്കും വേണം. നമ്മളിപ്പോ അള്ളാഹുവിനെ കണ്ട് ഇറങ്ങിയാണ്, ഓൻ വിജയിപ്പിച്ചു വരും, ഓൻ വിജയിപ്പിക്കട്ടെ എന്ന നിലക്ക് അവനെ അങ്ങോട്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ സഹാബത്ത് തയ്യാറായി. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ ശത്രുക്കളെ കണ്ടപ്പോൾ അങ്ങനെ അത് പറയപ്പെട്ടു, ഇപ്പൊ കണ്ടും ചെയ്തു. അത് ബൈക്കെന്ന് പറഞ്ഞ വർത്താനപ്പോ മനുഷ്യന്മാരെ ഒരുമിച്ച് കൂടിയില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് അള്ളണ്ട് അവനെ വരവേൽപ്പിച്ച് അവന് പോരുക, അതൊക്കെ നമ്മളും പറയും ഇടയ്ക്കൊക്കെ അള്ളല്ലേ എന്നൊക്കെ പറയും. സംഗതി കണ്ടാ പിന്നെ പറഞ്ഞൊക്കെ എന്താവും, അവന് മറക്കും ചെയ്യും. എന്നാ ഇവരങ്ങനെയല്ല. അള്ളാഹ് പറയണ വലമ്മാറൽ മുഅ്മിനൂന, അങ്ങനെ മുഅ്മിനീങ്ങൾ കണ്ടപ്പോ വൽ അഹ്സാബ, ശത്രുസേനത്തെ കണ്ടപ്പോ ഖാലു, അവര് പറഞ്ഞു, ഹാദാ മാ വഅദനല്ലാഹു വറസൂലു, ഇതിപ്പോ അല്ലാഹും റസൂലും കരാർ ചെയ്ത സംഗതിയാണ്. അപ്പൊ എന്തായി? വസദഖല്ലാഹു വറസൂലു, അല്ലാഹും റസൂൽ ഇപ്പൊ സത്യ പറഞ്ഞെന്ന് മനസ്സിലായി. അതുകൊണ്ട് വമാ സാദഹും, അവർക്ക് കൂടിയില്ല, ഇല്ലാ ഈമാനൻ, ഈമാനല്ലാതെ, വതസ്ലീമ, അർപ്പണ ബോധവുമല്ലാതെ. നേരത്തെ അവർ പറഞ്ഞ് ഇപ്പൊ യാഥാർത്ഥ്യമായി കണ്ടപ്പോ ഇതന്നെ ഇപ്പൊ അല്ലാഹും റസൂലും പറഞ്ഞത്. വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ, അവർക്ക് അർപ്പണബോധവും വിശ്വാസവും അല്ലാതെ വർദ്ധിച്ചില്ല. ആ രൂപത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിൽ തവക്കുലായി മുന്നോട്ട് നീങ്ങണം. അതിന് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക. എന്നോട് എന്റെ റബ്ബ് പറഞ്ഞ, അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ ആ വിഷയത്തിൽ അള്ളാഹു നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ശീലമില്ലാത്തത് കൊണ്ടാണ് ഗൗരവമായി തോന്നുന്നത്. ശീലമുണ്ടായി കഴിഞ്ഞൊന്നും ഗൗരവാവൂല. അപ്പൊ സുബഹിക്ക് എഴുന്നേൽക്കുക, അതൊരു ശീലമാക്കിയാൽ അതെന്തല്ല, ശീലമാക്കിയത് ഗൗരവമുള്ള കാര്യമല്ല. ശീലാകാത്തോണ്ടാണ് നമുക്കത്. ഇപ്പൊ ചില ആൾക്കാര് അത്തയ്യാത്തിലൊക്കെ ഇരിക്കുമ്പോ എന്തൊരു ഇടങ്ങാറാണ് ഈ ബെല്ലൊന്നും മടങ്ങിക്കിട്ടാം. അല്ല, ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചില്ല തന്നെ. ഇപ്പൊ നമ്മളൊക്കെ മട്ടായി നോക്കുമ്പോ ഇപ്പൊ എന്താ ഇപ്പൊ നമ്മളോട് കഴിയുന്നില്ല. എന്നിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ഇടങ്ങാറാണ്. അത് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോ ശ്രമിച്ചു നോക്കുക എങ്ങനെയാണ് ശരിക്കും അത്തയ്യാത്തിൽ. ഞാൻ വരെ അത് പറയാന്നല്ല, അത്തയ്യാത്തിൽ തവറുക്കിന്റെ ഇരുത്ത ഇരിക്കുമ്പോ ഈ കാല് കുത്താൻ കഴിയുന്നില്ല.
അങ്ങനെ ശീലായി വന്നില്ല. ആരെ ഇപ്പോൾ ശ്രദ്ധിക്കണേ? പെരക്കാരെന്തായാലും ശ്രദ്ധിച്ചില്ല. ഉസ്താദ്മാർക്ക് ഇപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മദ്രസൻ്റെ അടി ഇപ്പോൾ ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? അപ്പം നമ്മൾ കണ്ടമാരൊക്കെയാണ് കൂട്ടിപ്പോകുന്നത്. ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നത്. ഉത്തരവാദിത്തം നിർവഹിക്കുന്നിടത്ത് ഓരോരുത്തർക്കും അപാകത സംഭവിക്കുന്നിടത്താണ് സമൂഹം വഴിവെറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ മദ്രസയിലെ ഉസ്താദന്മാർ ഒരു ഞായറാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാക്കിയാൽ മതി. അതിനിപ്പോൾ ഉസ്താദന്മാർ മണൽ വരാൻ പോകുന്ന ആൾക്കാരെ നടക്കൂല. കാരണം മണൽ വരാൻ പോകണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ശമ്പളം തികയില്ല. അപ്പോൾ അതിനാകുമ്പോൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മാത്രം മദ്രസ സമയം കിട്ടൂല. ഒരു ഞായറാഴ്ച ഒരു സ്പെഷ്യൽ ക്ലാസ് എടുത്തുകാണ്ട് ഈ കുട്ടികളൊക്കെ ഒന്ന് ഒതുണ്ടാക്കിപ്പിച്ച് മട്ടം പോലൊക്കെ ഒന്ന് ആക്കി അങ്ങനെ ആക്കണമെന്ന് കമ്മിറ്റിക്കാർക്കും താല്പര്യം ഉണ്ടെങ്കിൽ സംഗതി നടക്കുള്ളൂ. അപ്പൊ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ അവതാളത്തിലായി പോവുകയാണ്. അപ്പൊ ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്നും ഒരു ഗൗരവമുള്ള കാര്യമില്ല. സുബൈക്ക് എഴുന്നേൽക്കുക. എന്താ സുബൈക്ക് എഴുന്നേറ്റ പ്രത്യേകത? എന്താ? സ്വർഗത്തിന്റെ വാസന ഭൂമിയിലേക്ക് അടിച്ചു വീശുന്ന സമയമാണ് സുബൈ സമയം. അപ്പൊ നിങ്ങൾ നോക്കൂ, എനിക്ക് പോകേണ്ട സ്വർഗത്തിന്റെ കവാടം തുറന്ന് അവിടത്തെ വാസന ഭൂമിയിലേക്ക് അടിച്ചു വീശുന്ന സമയം എനിക്ക് എഴുന്നേറ്റിരിക്കണം. അതുണ്ടായാൽ മതി. പണ്ട് നമ്മൾ ഉമ്മമാർ പറയില്ലേ, വലിയൊരുന്നാളിന്റെ തലേന്ന് പറയും, സുബൈക്ക് നമ്മളെ കുളത്ത് പിന്നെ കിണറ്റിലുണ്ടാണ് വെള്ളം സംസം വെള്ളമാണ് പറയും. എന്തിനാ പറയുന്നിട്ടുണ്ടെങ്കിൽ ഈ മരുക്കൾ മൈലാഞ്ചി ഇട്ടുകാണ്ടി സൊറയും പറഞ്ഞു ഭർത്താവ് ഏതായാലും ഗൾഫിൽ ഓവറില്ല. എന്നാൽ നാത്തൂമാരും മരുക്കളൊക്കെ പാടെ മൈലാഞ്ചി ഇട്ടുകാണ്ട് സൊറ പറഞ്ഞാൽ അങ്ങനെ എപ്പോഴാ ഉറങ്ങുകയെന്ന് അറിയില്ല. എന്നിട്ട് ഇവർ രാവിലെ എഴുന്നേൽക്കൂല. രാവിലെ എഴുന്നേൽക്കാൻ ഞാൻ കുട്ടികൾ പള്ളിക്ക് പോകുമ്പോൾ ഭക്ഷണം ആവില്ല. അപ്പൊ അതുകൊണ്ട് ഉമ്മാമാർ ഒരു പൊട്ടീസ് ഉണ്ടാക്കിയതാണ്, സുബൈക്ക് ആദ്യം മുക്കണ വെള്ളം സംസം വെള്ളം ഇക്കാരം. അപ്പൊ അത് വിചാരിച്ച് കുറെ പൊട്ടത്തി പെണ്ണുകളും നോക്കും ഉറങ്ങാതെ അത് മുക്കണം. അങ്ങനെ നല്ലതാണ്. അപ്പൊ അതും ആ പെണ്ണുങ്ങളെ വർത്താനം നമ്മൾ മോശമായി കണ്ടാവും നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താന്ന് കഴിഞ്ഞപ്പോൾ സംസം വെള്ളം ആവോ ആവില്ല വേറെ ചർച്ച ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു ഉമ്മാം അങ്ങനെ പറഞ്ഞു പോന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ എന്തുകൊണ്ട് ഈ രണ്ടുങ്ങൾ അപ്പൊ അതൊരു നല്ല കാര്യം വെച്ചുകൊണ്ട് മരക്കള നന്നാക്കുകയാണ് നമ്മളെ തള്ളാര് ചെയ്യുന്നത്. അള്ളാഹു താല നിങ്ങൾ നോക്കൂ, അവന്റെ സ്വർഗം അതിന്റെ ഒരു വാസന ഭൂമി ലോകത്തേക്ക് അടിച്ചു വീശുന്ന സമയമാണ് സുബൈ സമയം. ആ സമയം നമ്മൾ ഉറങ്ങാൻ പാടില്ല. സുബൈ നിസ്കരിച്ചിട്ട് ഉറങ്ങരുത് എന്നാ സഹോദരന്മാരെ. സുബൈ നിസ്കരിച്ചിട്ട് ഉറങ്ങരുത്. സൂര്യൻ എന്ത് വിഷമം ഉണ്ടാകും ശീലിച്ചു നോക്കൂ. സൂര്യൻ ഉദിച്ച് അതിന്റെ കതിരുകൾ ഇങ്ങനെ നമ്മുടെ വേലിയിലും നമ്മുടെ മുറ്റത്തും ഒക്കെ അങ്ങനെ ആകണം. അതിന് ശേഷമാണെങ്കിൽ ഉറങ്ങിക്കൊള്ളൂന്ന. അങ്ങനെ ഇസ്ലാമിന്റെ മാനദണ്ഡം അങ്ങനെയാണ്. ഒരിക്കൽ ഫാത്തിമ ബീവി ഇങ്ങനെ എന്തോ കാരണം ക്ഷീണം, അതൊക്കെ പട്ടിണിയല്ലേ, ചെറിയ കുട്ടിയല്ലേ. പിന്നെ റസൂലുള്ള മരിക്കുമ്പോ എത്രയാ ഫാത്തിമന്റെ വയസ്സ്? വളരെ കൊച്ചു കുട്ടിയാണ്. ആ ഫാത്തിമ ബീവി ഒരിക്കൽ സുബൈന്റെ ശേഷം ഇങ്ങനെ ചുരുണ്ട് കിടക്കണ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട്, പെണ്ണേ അനക്കെന്റെ റബ്ബിനോട് ഈ സമയത്തൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചത് കാണാ, ചരിത്രത്തിൽ കാണാ. അപ്പൊ ഏറ്റവും നല്ലൊരു സമയമാണ് സുബൈ സമയം. എനിക്ക് പോകേണ്ട സ്വർഗത്തിന്റെ വാസന ഭൂമി ലോകത്തേക്ക് അടിച്ചു വീശുന്ന സമയമാണ്. മനുഷ്യന്മാരല്ലാത്ത എല്ലാ ആളുകളും ഉണരുന്ന സമയമാണ്. ഒറ്റ പക്ഷികളും സുബൈ സമയത്ത് ഉറങ്ങുന്നില്ല, ഉണരുകയാണ്. കോഴികൾ ഉറങ്ങുന്നില്ല, ഉണരുകയാണ്. കൂട്ടിലെ ആടുകൾ പോലും ഉണരുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സമയമാണത്. കാരണം ഒരു ഉന്മേഷത്തിന്റെ സമയമാണ്. ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്ക് നമുക്ക് ഗൗരവമാണ്. എന്തുകൊണ്ട്? ശീലം ഉണ്ടായില്ല. അപ്പൊ ശീലമാക്കി എടുത്താൽ മതി. അത് നിങ്ങൾ നോക്കൂ, അള്ളാഹു നമ്മളോട് എന്തെങ്കിലും ഇടങ്ങേറ് കൽപ്പിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കാൻ പറഞ്ഞു. എഴുന്നേൽക്കുമ്പം അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് പറയാൻ പറഞ്ഞു. അതിന് പ്രത്യേക സമയമൊന്നും വേണ്ടേ. ആ എഴുന്നേൽക്കുന്ന എടീണ്ട് പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ് പേര് പോകില്ല. എന്താ അതിന്റെ അർത്ഥം? ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് എന്നെ ജീവിപ്പിച്ച അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും. അതാ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ കറണ്ടില്ലേ പണ്ടാറക്കെട്ട് ഇത് എന്നും കറണ്ട് അതാണ് ഒഴിവാക്കിയാൽ മതി. ഈ വാക്കാണ്ട് ഒഴിവാക്കിയാൽ മതി. ഇത് മാത്രം ഒഴിവാക്കിയാൽ ഈ പറഞ്ഞ വാക്ക് പറഞ്ഞ മതി. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹിൻ നുശൂർ നിങ്ങൾ ഒന്ന് ശീലാക്കി പോരണമെന്ന് മാത്രം. പിന്നെ എന്തേ ഇപ്പൊ ഇസ്ലാം പിന്നെ ടോയ്ലറ്റ് പോകണമെന്നാ പറഞ്ഞത്. പിന്നെ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ഉടനെ തന്നെ മൂത്രിക്കാൻ പോകണം, അല്ല ബുദ്ധിമുട്ടാ. അപ്പൊ നമ്മൾ എന്താക്കുക? അപ്പൊ ചെരുപ്പ് ടോയ്ലറ്റ് ഉണ്ടാകുക. അതിപ്പോ ആർക്കും ഒരു ഇടങ്ങേറുന്ന സംഗതി അല്ലത്. അത് നേരത്തെ നാളെ വാങ്ങിച്ചാൽ മതി. ഇപ്പൊ ഇട്ടുകൊണ്ട് പോകാൻ പറഞ്ഞിട്ടില്ല, ചെരുപ്പ് ഉണ്ടാകുന്നേ ഉള്ളൂ. ഉള്ള ചെരുപ്പ് കാലം എടുത്ത് വെച്ചാൽ മതി. തല മറക്കുക എന്തായാലും ഒരു തോർത്തുകൊണ്ടുണ്ടാവുള്ളൂ. അത് എടുത്തിട്ട് ആ തലി കെട്ടിട്ടൊന്ന് പോയി ഒന്ന് ഇടത് ഭാഗത്തേക്ക് കുറച്ചൊന്നാണ്ട് ഊന്നിരിക്കുക. നല്ലതാണത്. ഇടത്തെ കാല് വെച്ചാണ് കയറുമ്പോ ബിസ്മില്ലാഹി അല്ലാഹു ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന്. അതിനിപ്പോ വലിയ സമയത്തിരക്കൊന്നുമില്ല, ചെലവൊന്നുമില്ല. ആ കാലെടുത്താണ് ആണെങ്കിലും ബിസ്മില്ലാഹി അല്ലാഹു ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. ഇത്രയ്ക്ക് പഠിച്ചോൻ പറഞ്ഞിട്ടുള്ളേ. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ദിക്റും ഒക്കെ ഒന്ന് ചെല്ലാം. പിന്നെ ഒന്ന് പല്ല് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നല്ലതല്ലേ മനുഷ്യന്മാരുടെ അടിക്ക് പുറത്തിറങ്ങുന്ന പല്ല് വെക്കുക. പക്ഷെ പല്ല് തേക്കുമ്പോ അത് വലത്തേ കൈ കൊണ്ട് ബ്രഷ് പിടിക്കുക. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാ.
അതായത് ആദ്യം ഈ വലത്തെ കോട്ട് കൂടെ ഒന്ന് ആയിട്ട് പിന്നെ അങ്ങനെ മുന്നിൽ കൂടെ ഒന്ന് ഇടത്തോട്ട് വരിക. പിന്നെ ആ നാവിൻ്റെ അത്ര ഇപ്പം ഉള്ളിപ്പോൾ ആ സംഗതി അത് കഴിഞ്ഞാണ്ട് പിന്നെ ഒളുണ്ടാക്കുമ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് കിവിരൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. നല്ലതാണ്, ഒരു കൂലും കൂടി ഏറെ കിട്ടാൻ വേണ്ടി അതും ചെയ്ത് 2 റക്അത്ത് സുബൈൻ്റെ വാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. ഒരു 2 റക്അത്ത് പിന്നെ സുബൈൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക. ഒരു 2 റക്അത്ത് സുബൈ നിസ്കരിക്കുക. കുറച്ച് ഖുർആൻ ഓതിയിട്ട് അപ്പോൾ ഒരു 6-6:30 സൂര്യ ഉദിച്ചിട്ടുണ്ടാവും. പിന്നെ ഉറങ്ങിയ പണിക്ക് പോയി എന്തും ചെയ്തോളി. പിന്നെ പഠിച്ചോപ്പോൾ കാര്യമായിട്ട് 12:30 വരെ ഒന്നും പറയണില്ല. അതാണ് അള്ളാഹുവിൻ്റെ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ 12:30 വരെ ഒരു കാര്യമായ കർശനമായ കൽപ്പന ഒന്നും അള്ളാഹിൻ്റെ ഭാഗത്ത് പിന്നല്ല. പിന്നെ നിങ്ങൾ പിന്നെ കാര്യമായി ആ ജോലിയും കാര്യങ്ങളും അതൊക്കെ ഹലാലായ ഭക്ഷണം കിട്ടണം ഒറ്റ നിയ്യത്ത് കരുതിയാൽ മതി. ആ നിയ്യത്തോട് കൂടെ നമുക്ക് 12:30 1 മണി വരെ നിങ്ങൾക്ക് അങ്ങനെ നീങ്ങാം. അത് കഴിഞ്ഞിട്ട് ആ ളുഹറിന്റെ സമയമാകുമ്പോൾ എവിടെയുള്ളത് വെച്ചാൽ അപ്പം ആ പണി ആ നിർത്തിയേക്കുക. അത് അങ്ങനെ ശീലാക്കി നോക്കിയാൽ നിങ്ങൾ ആ സമയം ആ ബാങ്കാണ് കൊടുത്തു ഇനി തൽക്കാലം അടക്കട്ടെ ഒതുണ്ടാക്കിയിട്ട് അതിനിപ്പോൾ കുളിക്കൊന്നും വേണ്ട, ഒരു സംഗതി വേണ്ട. എവിടെയുള്ള വെച്ചെങ്കിൽ നമ്മളെ കാഴ്ചയിൽ നജസില്ലാത്ത സ്ഥലം നമ്മൾ അങ്ങനെ അവിശ്വാസം ഉണ്ടാകാൻ പാടില്ല എന്നാ. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോ വീട്ടിക്ക് പോരുകയാണ്. അവിടുന്ന് ഞാൻ ഇപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് വടശ്ശേരിന്ന് സാധനം വാങ്ങി വീട്ടിക്ക് പോരുകയാണ്. അപ്പൊ ഞാനൊരു ആ 20 ആ വരമ്പത്ത് കൂടെ ഇങ്ങനെ പോരുമ്പോ ഒരു പൂച്ചണ്ട് ഒരു എലിയെ തിന്നിങ്ങനെ എലിയെ തിന്ന് അത് ഞാൻ കണ്ടതാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിക്ക് എത്തി അകത്തൊക്കെ സാധനം കൊടുത്തിട്ട് ഇറങ്ങിയപ്പോ ഞാൻ ഒളുണ്ടാക്കാൻ വേണ്ടി കരുതി വെച്ച ഒരു കിണ്ടി വെള്ളമുണ്ട്. ഈ പൂച്ചണ്ട് അതിന് വെള്ളം കുടിക്കണം. അപ്പൊ ആ പൂച്ചയെ പറ്റി പോലും ഞാൻ അവിശ്വസിക്കേണ്ടെന്നാ. ഈ പൂച്ച ശരി അതിലെ വരമ്പിള പോന്നപ്പോ അവിടെ എത്രയോ വെള്ളമുണ്ട്, അവിടെ എവിടെയെങ്കിൽ തലട്ട ശേഷം ഇക്കാരം ഈ കിണ്ടി തലട്ട് എന്നുള്ള നിലക്ക് ഈ വെള്ളം കൊണ്ട് ഒളുണ്ടാക്കാന്നാ. അത്രമാത്രം ഇതുള്ളൂ. അല്ലാതെ പൂച്ച അലട്ടിട്ടുണ്ടാവും ആ വെള്ളം വെറുതെ കളയണ്ട. പൂച്ച ചിലപ്പോൾ പോകുന്ന സമയത്ത് എവിടെയെങ്കിൽ പാർത്ത് തലട്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കി ആ വെള്ളം കൊണ്ട് ഒതുണ്ടാക്കി നിസ്കരിച്ചാൽ മതിയെന്നാ. ഇതിൽ നമ്മൾ മനുഷ്യന്മാർ കന്നുകൂട്ടുന്ന ഒരാളോട് കൈക്കോട്ടുന്ന ഒരാളോട് ലൂറിക്കരിക്കാൻ പറഞ്ഞാൽ ഈ ബരമ്പത്ത് നജസുണ്ടാവും, നമ്മുടെ പാടത്തിന് നജസുണ്ടാവും, ഞാൻ പറ്റി തുണി തിരുമ്പിനോന്ന് വെച്ച് ഓർമ്മല്ല. എന്തൊക്കെ ഇടങ്ങേറുകളാ. ഇന്നലെ നിങ്ങൾ നോക്കിയാണ് ഞാൻ നോമ്പറക്കാൻ പോയ പെരയിൽ അവിടുത്തെ പ്രധാന അതിഥി മരുന്ന് കരിച്ചില്ല, ഞാൻ പോരൊന്നും കരിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. കുറേയൊക്കെ ഞാൻ ആ ചെങ്ങാനോട് നിക്കരിക്കുന്നൊക്കെ ചോദിച്ചു നോക്കി. പക്ഷെ ഞാൻ ഒന്ന് ബാങ്ക് ഇസാമിന്റെ അടുത്തരെ പോകുന്നത് അതിനൊന്നും നിക്കരിച്ചില്ല. ഇങ്ങനത്തെ പുതിയാപ്പിളാർ നോൻപറപ്പിക്കുന്ന കാലങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാണ്. മോൻ അങ്ങോട്ട് സർത്ത് വെക്കണില്ലേ ഇവിടുന്ന് ഇപ്പം ഈ പെരീന്ന് ഇപ്പം നിക്കരിച്ചപ്പോ എന്തേക്കാരം ഇങ്ങനെ സംഗതി അള്ളാഹിന് കൊടുക്കേണ്ട പഠിച്ചോ. നമ്മളാരും കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു കീർത്തിച്ചുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന വിഷയമേ ഇല്ല എന്നാ ഖുർആൻ പറയുന്നത്. നമ്മൾ ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ശീലിച്ചു വന്നാൽ നമ്മൾ അള്ളാഹുവിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു വിഷയം വന്നാൽ അത് വെച്ച് അള്ളാഹുവിനോട് പറയാം. അപ്പൊ നമുക്കൊരു റായത്ത് കിട്ടും. വിഷയമൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അള്ളാഹായിട്ട് അത്ര ബന്ധമുള്ളതാണ്. ഇതൊന്നും ഇല്ലാതെ പടച്ചോന് ചെയ്യേണ്ടതായ ഒരു സംഗതിയില്ല. ഒന്നും ചെയ്യാതെ ഇപ്പൊ ഇവനൊരു ഇടങ്ങേറുണ്ടായിരിക്കണം. ആ ഇടങ്ങേറുണ്ടായപ്പോ ഇവൻ ആ പടച്ചോനുണ്ട് ഓർമ്മ വന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ ദ്വാരപ്പിക്കാൻ പറയലും ദ്വാരക്കലും നിന്നിട്ട് അത് കുറച്ച് ക്ഷീണമാണ്. അവിടെ നമ്മളെ ദ്വാര മാത്രം എന്താക്കിയിട്ടില്ല, കൽപ്പിച്ച് കരുതിയിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മളെ അബുദാബിയിലുണ്ടായിരുന്ന ഒരു സൈദുലിയാർ ഇപ്പൊ ഇപ്പോഴും ഉണ്ടാവുന്നൊക്കെ റിലീസായി പോന്നിട്ടുണ്ട്. മുപ്പര് എരമംഗലത്തേരണം തമാശക്കാരനാണ്. ഇത് തമാശയല്ല. മുപ്പര് പിന്നെ മഗ്‌രിബ് നിസ്കരിക്കാൻ ഒളു ഉണ്ടാക്കാനായിട്ട് പോയപ്പോ ഒരാൾ പറഞ്ഞു, പിന്നെ ഞാൻ നാട്ടിൽ പോകണം ഉസ്താദെ ദ്വാരക്കടം എന്നാണ്. അൽഹംദുലില്ലാഹ് യാത്രയൊക്കെ റായത്താട്ടെ. എത്ര മാസം ലീവുണ്ട്? 3 മാസം. അൽഹംദുലില്ലാഹ് റായത്താട്ടെ ആ സാധു ഒതുണ്ടാക്കാൻ പോയി. ഒതുണ്ടാക്കിയിട്ട് ഇറങ്ങിയപ്പോൾ ഉസ്താദ് പിന്നെ എന്നാ ദ്വാരക്കിട്ടോ ഞാൻ നിസ്കരിച്ചേക്ക് പോകും. അൽഹംദുലില്ലാഹ് കാര്യങ്ങളൊക്കെ റായത്താട്ടെ മനെ പോയി വാറും. നിസ്കരിച്ചിറങ്ങിയപ്പോഴും ഉസ്താദ് ദ്വാരക്കിട്ടോ ഞാൻ അങ്ങനെ പോവാണ്. അപ്പൊ ഈ സാധു ചോദിച്ചു, എന്താ എൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചു. ഒരു 15 ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പൊ പറഞ്ഞാ ജിന്നെ കാര്യാക്കണ്ട കേട്ടോ. കാരണം ഉസ്താനെ ഏൽപ്പിച്ചിട്ട് അറിഞ്ഞാണ്ട് ഇപ്പൊ ഈ 5 ബിസ്ക്കറ്റായി പോയി കണ്ടേ. അങ്ങനത്തെ വിഷയത്തിലൊന്നും നമ്മൾ ഉത്തരവാദിയല്ല. നമ്മൾ കാര്യങ്ങൾ പടച്ചവന് ചെയ്യേണ്ടതായ സംഗതികളൊക്കെ ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ ശരിക്കും ചെയ്ത് പടച്ചവന്റെ ആളുകളായി നിൽക്കുമ്പോൾ നമുക്ക് പടച്ചവനോട് പറഞ്ഞാൽ തന്നെ മതി. പടച്ചവനോട് പറയാൻ തന്നെയാണ് ഈ ഉസ്താദ്മാരെ ഏൽപ്പിക്കലും. പടച്ചവനോട് പറയാൻ തന്നെയാണ്. ഓരെന്താ നമ്മളെക്കാളും എന്താണ് കുറച്ച് മേലാണ്ട് ഓലും പറയട്ടെ നമ്മളും പറയാം. അല്ല നമ്മൾ ഏൽപ്പിച്ചിരിക്കണു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പറയാക്കണ്ട. നമ്മളെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏൽപ്പിച്ചു പോയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് ദ്വാരക്കാൻ വരെ സമയമില്ലേ? അതൊക്കെ നമ്മൾ എത്തിങ്ങാനും ഏൽപ്പിച്ചില്ലേ? എന്താ മനുഷ്യന്മാരെ സ്ഥിരീകരിക്കണങ്ങൾ. ഒരു കുട്ടി നാൾ മജിമയ്ക്ക് ഫോൺ ചെയ്യാൻ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ അറിഞ്ഞ ചെറുപ്പക്കാരൻ പോസിറ്റീവ് ചോരുണ്ടോ എന്ന് വെച്ചുകൊണ്ട്
ഈ വിളിക്കണവന്റെ ഓപ്പോസിറ്റീവ് വയ്ക്കാരെ. അപ്പൊ എന്താ സംഭവിച്ചാ, ഏതായാലും ഇത് നമ്മൾ പിരിവ് കൊടുത്തിട്ട് വളർത്തുന്ന കുട്ടികളല്ലേ, എന്നാ ചോര ഐറ്റങ്ങൾ തന്നെ ആയിക്കോട്ടെ എന്നുള്ള ഈ നിലക്ക് മനുഷ്യന്മാരും മടിയന്മാരാണ്. ഒരു കുപ്പി ചോര കൊടുത്താൽ ഒരു വിഷയം വരൂലേ, അത് ഞാൻ കൊടുക്കാൻ തയ്യാറായിട്ട് കാര്യമില്ല, ഡോക്ടർമാർ സമ്മതിക്കൂലല്ലോ, പറ്റുമെങ്കിൽ മാത്രമേ രക്തം എടുക്കുള്ളൂ. പക്ഷെ നമ്മൾ ഇതിന്റെ ഗ്രൂപ്പ് ഏതാ നോക്കണ്ടേന്. എന്നാലും ഉമ്മാക്ക് ഓപ്പറേഷൻ ആണ്, ഓ പോസിറ്റീവ് ആണ്, ഇവന്റ് ഓ പോസിറ്റീവ്, ഉമ്മ ഓ പോസിറ്റീവ് ആണ്, ഞാൻ ഓ പോസിറ്റീവിനൊക്കെ അധികം 80% അങ്ങനെ ആയിരിക്കാറും. നെഗറ്റീവ് വളരെ കുറവേ നമ്മളിലുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അത് നോക്കാൻ വരെ നമുക്ക് പറ്റൂല. പഠിച്ചു ദ്വാരക്കാ സമയമല്ല, അത് നമ്മൾ ഏൽപ്പിച്ചില്ലേ. റമദാൻ മാസം ഒരു ചാക്കായി ദാറുൽ മജ്മഅന് നോല് തുറന്നോളും എല്ലാ കാര്യങ്ങളും. പിന്നെ കോട്ടയത്തെ ഒരാൾ മരിച്ചിട്ട് ഞങ്ങള് പിന്നെ പോയ ഒരു CFIC എപ്പോഴും രസമായിട്ട് പറയാറുണ്ട്. അങ്ങനെ അവിടെ പൊതുവെ തെക്കന്മാർ കുറച്ച് പ്രത്യേക ഐറ്റിക്കാറല്ലോ. അങ്ങനെ അവിടെ ചെന്ന് ഇപ്പൊ മയ്യത്തൊക്കെ മറിയതിനും ഇതാണ് കോഴിക്കോട് മർക്കസിന് പോയതല്ലേ ഇയാള് എന്നുള്ള നിലക്ക്. എന്നാ പിന്നെ നമ്മൾ ദ്വാരക്കാന്ന് പറഞ്ഞു. അപ്പൊ മകൻ എന്താ പറയാ, ദ്വാരക്ക നമ്മൾ കഴിച്ചു ഉസ്താദെ, ദ്വാരക്ക ഉസ്താദന്മാരൊക്കെ ഒന്നൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇനി വേറൊരു അഡീഷണൽ ദ്വാരൊന്നും ഞങ്ങൾ മനുഷ്യന്മാർ കഥല്ലാതെ പറയാണ്. ഈ നിരക്ക് നമ്മൾ മാറിയിട്ട് നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിന് ചെയ്യാനുള്ള സംഗതികൾ ചെയ്തു നോക്കി. എന്നിട്ട് ഒരു വിഷയം വന്നാൽ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ തന്നെ മതി, വിഷയത്തിന് പരിഹാരമാവും. ഇനി ആ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമൊന്നുമില്ലല്ലോ. പടച്ചോ അങ്ങനെ ഉദ്ദേശിച്ചുള്ളൂ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഭക്ഷണം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനെ കുറെ ആൾക്കാർ ഒരു കാര്യവും ചെയ്യണില്ല, കാര്യം ചെയ്യാതെ ഇവൻ ആകെ ഒരു 100 റുപ്യേന്റെ കപ്പാസിറ്റി ഉള്ളൂ. എന്നിട്ട് 10 ലക്ഷത്തിന്റെ ബിസിനസ് ഇങ്ങനെ തുടങ്ങിയിട്ട് പൊട്ടിപ്പോയിട്ട് പടച്ചോ അങ്ങനെ ആക്കിയപ്പോ ഞാൻ എന്താ കരുതുക? അങ്ങനെ പറയാൻ പറ്റൂല. ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ അല്ലാഹു തആല ചെയ്തു തരിക. അതിനനുസരിച്ചാണ് ഓരോരുത്തർ തീരുമാനിക്കേണ്ടതും നടപ്പാക്കേണ്ടതും. ഓരോരുത്തർക്കുള്ള കഴിവനുസരിച്ച് തീരുമാനിക്കുക, അത് നടപ്പാക്കുക, അതിന് വിഷയങ്ങൾ അത് സത്യസന്ധമാക്കുക. അതിലെന്തെങ്കിലും പ്രയാസം വന്നാൽ ആ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ മനുഷ്യൻ ജീവിച്ചാൽ എല്ലാ കാര്യത്തിനും പടച്ചോൻ പരിഹാരമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് കാണാം, വമൻ യത്തഖില്ലാഹ, ആരാണ് അല്ലാഹുക്ക് തഖ്വ ചെയ്യുന്നവർ. തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നവർ, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യം ഒഴിവാക്കുന്നവർ ആരാണ്? യജ്അൽ ലഹു മഖറജ, അവന്റെ വിഷയങ്ങൾക്ക് അല്ലാഹു തആല പോം വഴിയാകും. എത്ര ക്ലിയറായ ഒരു അവതരണല്ലേ. ആരാ തഖ്വയുള്ളവർ? തഖ്വ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൃദയത്തിലാ ഉണ്ടാകേണ്ടത്. അങ്ങനെ പടച്ച റബ്ബ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ആരാണ്? അവരാരാണോ യജ്അൽ ലഹു മഖറജ, അവരുടെ വിഷയങ്ങളിലെല്ലാം അല്ലാഹു പോം വഴിയാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവന്റെ ഭക്ഷണകാര്യം അല്ലാഹു പരിഹരിക്കും. വമൻ യതവക്കൽ അലല്ലാഹ്, ആരാണ് അല്ലാഹുക്ക് തവക്കുലാക്കുന്നത്, ഫഹുവ ഹസ്ബുഹു, അവന് അല്ലാഹ് മതി. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, അവന്റെ കാര്യം അല്ലാഹു തആല നടപ്പാക്കി കൊടുക്കും. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, എല്ലാ സംഗതികൾക്കും അള്ളാഹുവിന്റെ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് അനുസരിച്ച് അള്ളാഹു കാര്യങ്ങളൊക്കെ നേരെയാക്കി കൊടുക്കുമെന്ന് അല്ലാഹു അസ്സ വജൽ. ഇത് നിങ്ങൾ നോക്കൂ, ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. ബദരീങ്ങൾ നമുക്കവിടെ തെളിവാണ്. വെറും 313 ആളുകൾ. ആ 313 ആളുകൾക്ക് എന്തു ചെയ്തു എന്ന് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇന്നും എടവണ്ണപ്പാറയിലടക്കം ഇത്ര മുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ ചരടിൽ നിർത്താൻ സാധിച്ചു. അത് അവർക്ക് മാത്രം സാധിച്ച കാര്യമാണ്. എന്തുകൊണ്ട് അവർക്ക് സാധിച്ചു? അവർ തവക്കുലിന്റെ ആളുകളായി, വിശ്വാസികളായി. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കൊള്ളൂ എന്ന് കരുതി സൽക്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഭാഗത്ത് നമ്മളങ്ങ് നിന്നുകൊടുത്താൽ അള്ളാഹു ഒരുപക്ഷെ ആ കാര്യങ്ങൾ നമ്മളെ മനസ്സ് വഴി സഹായിക്കാൻ അവനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കൊള്ളൂ എന്ന് കരുതി അള്ളാഹു സഹായിക്കാതിരിക്കില്ല. അള്ളാഹു എക്കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ ഒരു ചരന്തി വലയെ പോലും അള്ളാഹു ഇസ്ലാമിന്റെ മാർഗമാക്കി മാറ്റിയില്ലേ അല്ലേ? അന്നൊക്കെ ഒരു ചരന്തി വിലക്ക് കിട്ടിയ വില എത്രയാണ്? ആ ഗുഹയിൽ ഇരിക്കുമ്പോ ശത്രുക്കളെ പാദത്തിന്റെ വെളുപ്പ് കണ്ട് കൊച്ചുകുട്ടിയെപ്പോലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വാവിട്ട് കരയുന്ന സമയത്ത് സിദ്ദീഖിനെ അടക്കിയിരുത്തിക്കൊണ്ട് ഇന്നല്ലാഹ മഅനാ എന്ന ആ ഘനഗംഭീര്യമുള്ള വാക്ക് റസൂലുള്ളാഹിന്റെ ഖൽബിന്ന് മനസ്സിൽ തട്ടി പുറത്തേക്ക് ഇങ്ങ് വന്നപ്പോ അവിടെ അല്ലാഹു തആല പേടിച്ചരണ്ട സിദ്ദീഖുൽ അക്ബർ എന്നെ തണുപ്പിക്കുന്നതും ഈ പ്രസ്ഥാനത്തെ എക്കാലത്തേക്കും നിലനിർത്തുന്നതും ഒരു കേവലം ചരന്തി വലയെ വിട്ടുകൊണ്ടാണ്. ഒരു ചരന്തിയെ അതിന്റെ വലയോടുകൂടെ അയച്ചുകൊണ്ടാണ്.
ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ രണ്ടാള് മാത്രമേ ഉള്ളൂ, എല്ലാ ആളുകളും പുറത്താണ്. ഞങ്ങളായിട്ട് ഇപ്പൊ എന്താ ചെയ്യാന്ന് വിചാരിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമല്ലോ. നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിന്റെ പക്ഷത്താണോ? ആ രണ്ടുപേരും മതി അല്ലാഹ്ക്ക്. ഒരുപക്ഷെ നിങ്ങൾ നോക്കി ഏറ്റവും വലിയ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ദുർബലമായ ഒരു ജീവിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന 100 പോലും മതിയാകും. എക്കാലഘട്ടത്തും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് കണ്ടില്ലേ, ഹവാരിയങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ സഹായിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് സഫിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കൂനു അൻസാറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാകണം കേട്ടോ. കമാ ഖാല ഈസാ ഇബ്നു മറിയമ, മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ പോലെ, ലിൽ ഹവാരിയീന, ഹവാരിയീങ്ങൾ വസ്ത്രം വെളുത്തവരെന്ന് അർത്ഥം കൊടുത്തത് കാണാം. എന്തായാലും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അപ്പോസ്തലന്മാരെന്ന് ഇന്ന് ഇവർ പരിചയപ്പെടുന്ന 12 ശിഷ്യന്മാർ, ആ 12 ശിഷ്യന്മാരല്ലാതെ വേറെ ആരുമില്ല. എല്ലാം പരാജയപ്പെട്ടു. എല്ലാ ഭരണാധികാരികളും എതിരാണ്, എല്ലാ ആളുകളും എതിരാണ്. അപ്പോഴാണ് ഈ 12 ഇന്ന് ക്രിസ്ത്യാനികൾ അപ്പോസ്തലന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന, ഖുർആൻ ഹവാരി എന്ന് വിശേഷിപ്പിച്ച 12 ശിഷ്യന്മാര്, അവർ വെള്ള വസ്ത്രം ധരിക്കുന്നവരായതുകൊണ്ടാണ് ഹവാർ എന്ന പേര് വന്നതെന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞത്. കാരണം എന്തോ ആവട്ടെ, ഈ 12 ആളുകൾ മാത്രമേ ഉള്ളൂ. ആ 12 ആളുകളോട് അല്ലാഹു ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, ആരാണ് മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിനെ കൊല്ല് എന്നെ സഹായിക്കുക ആരാണെന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ വഴിയിലാണ് ഞാൻ, ആ വഴിയിൽ നിൽക്കുന്ന എന്നെ നിങ്ങളിൽ ആരാണ് സഹായിക്കുക? ഖാലൽ ഹവാരിയൂന, അപ്പൊ ഈ 12 ശിഷ്യന്മാരും പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ്. കണ്ടോ, അന്ന് വെറും കേവലം 1 ഡസൻ ആളുകൾ, അതും തന്നെ ദുർബലർ, അവരെ ഇസ്ലാമിനുണ്ടായുള്ളൂ. അവര് വഴി അല്ലാഹു ഇസ്ലാമിന് ഇന്നും നിലനിർത്തി. പണ്ട് അൽ-കഹ്ഫ് ചരിത്രം പറയുമ്പോ അവിടെ ഒരു പട്ടിയെ കൊണ്ട് അന്ന് ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് അല്ലാഹു തആല സംരക്ഷണം നൽകി. എക്കാലഘട്ടത്തിലും അംഗസംഖ്യ എത്ര ഉണ്ടെന്നല്ല, സമ്പന്നന്മാരാണെന്നോ അല്ല, ഇസ്ലാമിന്റെ കാര്യം കൈകാര്യം ചെയ്യുന്നവരുടെ ലക്ഷ്യമെന്താ, അവന്റെ മനസ്സിന്റെ ഉള്ളിലെ ഉദ്ദേശ്യം എന്താണ്, അതനുസരിച്ചാണ് അല്ലാഹു തആല കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ, അതൊക്കെ ഇപ്പൊ ഈ പള്ളി തന്നെ അതിന് വലിയ തെളിവാണ് സഹോദരന്മാരെ. ഈ പള്ളി ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചിന്തിച്ചാൽ, ഇപ്പോ നമ്മളൊന്ന് ബാക്കോട്ട് തിരിയുമ്പോ നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. സ്വപ്നത്തിൽ വിചാരിച്ചാൽ കഴിയുന്നു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നോ ഇത്ര മനോഹരമായ ഒരു പള്ളി നമുക്കുണ്ടാക്കാൻ സാധിക്കുമെന്ന്? പക്ഷേ ഈ അങ്ങാടിയിൽ ഇടപെടുന്ന നമ്മളിൽ ചില സാധുക്കൾ, അവർ അല്ലാഹുവിന്റെ ദീനിന്റെ ഇസ്സത്തെ കണ്ടുള്ളൂ. ഇവിടെ ഈ ടൗണിൽ നമ്മുടെ മുസ്ലിങ്ങൾ, അവർക്ക് ആദർശം ആദർശ പൊരുത്തമുള്ള മനുഷ്യന്മാർക്ക് ഒരുമിച്ച് കൂടാൻ, മാനസിക പൊരുത്തമുള്ള നിലക്ക് റബ്ബിനോട് കാര്യങ്ങൾ പറയാൻ ഒരു സാഹചര്യം വേണമെന്ന ചിലരുടെ മനസ്സിലുള്ള ചിന്തകൾക്ക് അല്ലാഹു നൽകിയ അംഗീകാരമാണ് ഈ വിജയമാണ് ഈ പള്ളിയെങ്കിൽ, എക്കാലഘട്ടത്തിലും അവന്റെ കാര്യം അങ്ങനെയാണ്. അവന്റെ കാര്യം ആരേറ്റെടുത്തോ അവന്റെ മനസ്സിലെ കാവ്യത്ത് പോലെ പടച്ചവൻ കാര്യം എളുപ്പമാക്കിക്കൊള്ളും എന്ന് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് വിശുദ്ധ റമദാനു ശരീഫ് വിട പറയുകയാണ്. ഈ വിട പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, അടുത്ത റമദാനിൽ ഇപ്പോ അടുത്ത വെള്ളിയാഴ്ച അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ എന്നിപ്പോ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഈമാനുള്ള മനുഷ്യന്മാരും കരയുന്ന സമയമാണത്. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കൂ, പഴയ മനുഷ്യന്മാരൊക്കെ വലിയ രസമാണ്, വലിയ ഭക്തിയുമാണ്. ഇന്നിപ്പോ നമ്മൾ വളരെ ഒരു പരിഷ്കരണത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തിന്റെ പേരിൽ ഖുത്ബകളൊക്കെ ഗൾഫ് മോഡലാക്കിയപ്പോ എന്റെയൊക്കെ വ്യക്തിപരമായ അഭിപ്രായം, പഴയ കാലത്തെ മനുഷ്യന്മാരെ ആ കണ്ണീരൊക്കെ ഇന്ന് ജുമാക്ക് നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ നോക്കൂ, ഞാനിപ്പോ ഏതാനും ദിവസം മുമ്പ് വഴിക്കട ഒരു പള്ളി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെ ചെന്നപ്പോ ഖുത്ബ ഓതുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്ന് അവിടെ ജുമാക്ക് വന്ന മൊത്തം
മൊത്തം മനുഷ്യന്മാർ കരയുന്നത് ഞാൻ കണ്ടു. എന്താ കാരണം? അദ്ദേഹം ആ പഴയ ഖുതുബ അദ്ദേഹം ഖുതുബന്ന് മഅ്ശറയിലെ നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആർക്കും ചിലപ്പോൾ കാര്യങ്ങൾ അറിയണമെന്നില്ല. പക്ഷെ അവരാ ഓരോ പ്രവാചകന്മാരടുത്തേക്ക് ചെല്ലുന്ന രംഗം ഇങ്ങനെ അത് കേട്ട ഓർമ്മ ഉണ്ടാവുമല്ലോ. ഈ ഖതീബ് കരയുന്നു, ഓരോ ആളുകളും കരയുന്നു. ഇങ്ങനെ പഴയ മനുഷ്യന്മാർ അവരധികവും കരയാൻ വേണ്ടിയാണ് സമയം നീക്കിവെച്ചത്. അവര് ഖുതുബ കേട്ടാലും കരയും. അതുപോലെ തന്നെ റമദാനിൽ അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ എന്ന് കേൾക്കുമ്പം കരഞ്ഞിരുന്ന എത്രയോ മനുഷ്യന്മാരെ നമുക്ക് പരിചയമുണ്ട്. അവരെന്തിനാണ് കരഞ്ഞത്? കഴിഞ്ഞു പോയല്ലോ, ചാൻസ് നഷ്ടപ്പെട്ടല്ലോ എന്ന ബോധം കൊണ്ടാണ് അവർ കരഞ്ഞതെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിന്റെ ഖൽബിൽ ഇപ്പൊ കണ്ണീര് വരുന്ന സമയമാണ്. കാരണം എന്താണ്? പടച്ച റബ്ബ് മനുഷ്യന്മാരെ കൂട്ടത്തോടെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭങ്ങളാണിത്. ദിക്റിന്റെ രൂപം തന്നെ മാറിയല്ലോ. ഇപ്പൊ എന്താ നമ്മൾ അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ, അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. വാദ്ഖിൽനിൽ ജന്നത, സ്വർഗ്ഗത്തിൽ ഒന്ന് പ്രവേശിപ്പിച്ചു തരണേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ ആ വീഴ്ചയെ, നീ വിട്ടുവീഴ്ചയെ, അഫുവിനെ ആഗ്രഹിക്കുന്നവനും തൃപ്തിപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, ഈ മിസ്കീനിനോട് നീ വിട്ടുവീഴ്ച ചെയ്തു തരണം. ഒരുപാട് വീഴ്ചകൾ സംഭവിച്ച ആളാണ്, നീ കിറുഫ കനിയണം എന്ന് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഖൽബെല്ലാം ഇപ്പോ പൂർണ്ണമായും അല്ലാഹുവിൽ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരുപക്ഷെ റമദാനു ശരീഫിൽ നമുക്ക് ചാൻസ് കിട്ടുമോ എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇത് അവസാനത്തെ റമദാനാണെങ്കിൽ ഈ റമദാനോട് കൂടെ തന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ഒരു നോമ്പുള്ള ആള് സ്വർഗത്തിലേക്ക് പോകുന്നതിനും ഒരു സന്തോഷമുണ്ട്. സ്വർഗത്തിൽ പോകൽ മാത്രമല്ല, ആ പോകുന്ന രംഗത്തിനും ഒരു സുഖമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ മഹ്ശറയിൽ മനുഷ്യന്മാരെല്ലാം സൂര്യന്റെ താപം സഹിക്കവയ്യാതെ വിയർപ്പിലിങ്ങനെ മുങ്ങിക്കുളിക്കുകയാണ്. എല്ലാ രംഗത്തും ഇവൻ ആശമുറിഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം പോലും സഹായിക്കാൻ സാധിക്കൂല മക്കളെ. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടല്ലേ യാചിക്കേണ്ടത്. എന്നാൽ എന്റെ കാര്യം അള്ളാഹു എന്തു തീരുമാനിച്ചിട്ടുണ്ടെന്നറിയാതെ, അതിലെനിക്കൊരു ഉറപ്പ് കിട്ടാതെ, തീർപ്പ് വരാതെ ഞാൻ നിങ്ങളെ കാര്യം എങ്ങനെ അള്ളാഹുവിനോട് ബോധിപ്പിക്കുമെന്ന് എല്ലാ പ്രവാചകന്മാര് ഇല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാന്റെ ഹബീബല്ലാത്ത എല്ലാ പ്രവാചകന്മാരും കൈമലർത്തി. ഇപ്പോ ഈ മഹ്ശറയിലുള്ള മനുഷ്യൻ എല്ലാ നിലക്കും നിരാശനാണ്, ആശ മുറിഞ്ഞിട്ടുണ്ട്. അവനിപ്പോ വിയർപ്പിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോ 50,000 വർഷം നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ 50,000 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും. അത്രമാത്രം സൂര്യന്റെ താപം സഹിക്കവയ്യാതെ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വിളിയാളം കേൾക്കുന്നു, അയിന സായിമൂൻ, അയിന സായിമൂൻ. എവിടെയാണ് നോമ്പ് നോറ്റവർ? നാട്ടിൽ വെച്ച് നോമ്പ് നോറ്റിരുന്ന മനുഷ്യന്മാരെവിടെ? നമ്മളൊരു ഓഫീസിൽ നമ്മളൊരു കടലാസിന് ശരിയാക്കാൻ പോയിരിക്കുകയാണ്. അവിടെ നമ്പർ സിസ്റ്റമാണ്. നമ്മൾ പേര് പറഞ്ഞിരിക്കുന്നു, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്പർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ കയറി നിൽക്കാൻ തണലില്ലാത്ത വെയിൽ കൊണ്ട് മുറ്റത്ത് നിൽക്കുകയാണ്. ആ സമയത്താ എന്റെ നമ്പർ വിളിച്ചിരിക്കുന്നത്. നമ്മളൊരു ഷടകുടയലുണ്ടല്ലോ, നമ്മളില്ലേ ഒരു തെന്നിമാറി മുന്നോട്ട് പോകലില്ലേ? ഇപ്പോൾ ഇവിടെ അതൊന്നും ഒരു ഉദാഹരണമല്ല സഹോദരന്മാരെ. ആശ മുറിഞ്ഞുകൊണ്ട് മനുഷ്യന്മാര് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് അമ്പിക്കിടക്കുന്ന സമയത്താണ് നോമ്പ് നോറ്റ മനുഷ്യന്മാരെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയ ബോധം കിട്ടുകയാണ്, എന്നെ വിളിച്ചല്ലോ. ഇവിടെ നാട്ടിൽ വെച്ച് നോമ്പ് നോറ്റ് റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ച മനുഷ്യന്മാർ ഒരു ചെറിയ ധാരണ, എന്നെയാണല്ലോ വിളിച്ചത്. അവനിങ്ങനെ നോക്കുമ്പോ അവന്റെ മുന്നിൽ ബാബുർ റയ്യാൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതിന്റെ അകത്തളത്തിൽ നിന്നാണ് വിളി. അപ്പോൾ എന്നെയാണ് വിളിച്ചത്, അതിന്റെ ഉള്ളിൽ നിന്നാണ് വിളിച്ചത് എന്ന ആവേശത്തോടുകൂടെ ആ വിളി കേട്ട അകത്തളത്തേക്ക് റയ്യാൻ എന്ന വാതിലിന്റെ ഉള്ളിലൂടെ നോമ്പുകാർ
നോമ്പുകാരൻ പ്രവേശിക്കും എന്നല്ല, നോമ്പുകാരനല്ലാതെ ആ വാതിലിലൂടെ ഒരാൾക്കും പ്രവേശനമില്ല. അങ്ങനെ ആ വാതിലിലൂടെ അങ്ങ് ചെന്ന് തന്റെ റബ്ബിനെ കാണുന്ന ഒരു സമയമുണ്ട്. അതാണ് നോമ്പുകാരന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അന്ന് ആ സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ പോകണമെങ്കിലും റമളാൻ കഴിഞ്ഞു എന്ന നിലക്ക് തറാവിയുടെ എണ്ണം ചുരുക്കരുത്. കൃത്യമായി നമ്മൾ തറാവിയിൽ പങ്കെടുക്കണം. ഇനിയുള്ള ദിവസങ്ങളാണ് വിധി നിർണയമെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ അഅ്മാലുകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ തിരിക്കണം. പ്രത്യേകിച്ച് സദക്ക കൊടുക്കുന്ന വിഷയം, സുന്നത്ത് നിസ്കരിക്കുന്ന വിഷയം, നോമ്പ് തുറപ്പിക്കുന്ന വിഷയം, വയസ്സന്മാരോട് അങ്ങേയറ്റം കിർഫ കാണിക്കുന്ന വിഷയം, കുഞ്ഞുങ്ങളോട് കിർഫ കാണിക്കുന്ന വിഷയത്തിലൊക്കെ ഈ ദിവസങ്ങളിലാണ് കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത്. അങ്ങനെ നമ്മൾ താല്പര്യം കാണിച്ച് റബ്ബിന്റെ മാർഗ്ഗത്തേക്ക് അങ്ങ് ചെന്നാൽ നമുക്ക് സ്വർഗാവകാശികളായി ഒരുമിച്ച് കൂടാൻ സാധിക്കും. അതിന് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ്. ഇനി കുറച്ച് സമയം നമുക്ക് സംസാരിക്കും ചെയ്യാം. അപ്പൊ നമ്മളിപ്പോൾ ഈ സമയത്ത് ദ്വാരക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മളെ പള്ളിയുടെ വിഷയം തന്നെ, പിന്നെ എന്താണ് നിസ്കാരം നോമ്പും പോലെ തന്നെയാണ് സദക്കന്റെ കാര്യം. അതിപ്പോ ഉള്ളവര് പരമാവധി കൊടുത്തേ പറ്റൂ. അത് നിസ്കാരം പോലെ തന്നെ, സക്കാത്ത് പോലെ. ഖുർആനിൽ എവിടെയാ സഹോദരന്മാരെ സ്വർഗം പറഞ്ഞിടത്തൊക്കെ സംഭാവന വരുന്നുണ്ട്. ഖുർആൻ തുടങ്ങുന്നത് എങ്ങനെയാ? രണ്ടാമത്തെ സൂറത്ത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹിൽ മുത്തഖീൻ അല്ലേ, ഹുദൽ ലിൽ മുത്തഖീൻ. ആരാണ്? അല്ലദീന യുമിനൂന ബില്ലാഹി വറസൂലിഹി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലേ, എവിടെ അല്ലാഹു തആല പറഞ്ഞേക്കാ വമിമ്മാ പിന്നെ യുർസഖൂൻ വരാത്ത അല്ലെങ്കിൽ യുൻഫിഖൂൻ പറയാത്ത ഒരു സംഭവം ഖുർആനിൽ കാണൂല. സദഖ അത്രയും മാത്രം സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു ഇപ്പൊ നമ്മളിന്ന് പൊതുവേ നമ്മൾ പറയാറുണ്ട് എവിടെ നമ്മൾ സുന്നികളായ എവിടെയും പിരിവായിരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ തന്നെയാണ്, എവിടെയും പിരിവ്. റസൂലുള്ളാഹിന്റെ കാലത്ത് അത്ര പിരിവൊന്നും നടക്കണില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു മയ്യത്ത് വന്നാൽ പിരിവായി. ഒരു മയ്യത്ത് വന്നാൽ അള്ളാഹിന്റെ ഹബീബ് കുടുംബക്കാരെ വിളിച്ച് ചോദിക്കും, അല്ല അയാൾക്ക് വല്ല കടമുണ്ടോന്ന് ചോദിക്കും. എത്ര ഉറുപ്പ്യുണ്ട്, എവിടുന്നാ വന്നത്, ആർക്കാ കൊടുക്കാം. ആ ലീസ്റ്റൊക്കെ എടുക്കും. അതെടുത്തിട്ട് വീട്ടാൻ ഇയാൾക്ക് വല്ല വകുപ്പുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ മക്കളെ വിളിച്ചിട്ട് പറയടാ അപ്പാക്ക് ഇത്ര കടമുണ്ട്, അജി വീട്ടണം കേട്ടോ എന്ന് പറയും. മക്കൾക്ക് സ്വത്തില്ല, വാപ്പാക്ക് സ്വത്തില്ല, കടം വിട്ട യാതൊരു നിർവാഹം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും റസൂലുള്ളാഹി? ഈ ലീസ്റ്റ് നോക്കിയിട്ട് അവിടെ കൂടെ മനുഷ്യന്മാരോട് പിരിവെടുക്കും. പിരിവെടുത്തിട്ട് ഇയാളെ കടം വീട്ടിയിട്ടേ നിക്കരിക്കുള്ളൂ. അങ്ങനെ ഈ സദസ്സിൽ നിന്ന് പിരിവെടുത്തിട്ട് വീട്ടാൻ മാത്രമുള്ള കടമല്ല, ഭയങ്കര കടമുണ്ട്, മക്കൾക്ക് വീട്ടാനുള്ള ഗതിയില്ല. എന്നാൽ അള്ളാഹിന്റെ റസൂൽ ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കൂല. ദുഃഖപൂർവ്വം റസൂലുള്ള വിട്ടുവെക്കും, ആ മയ്യത്ത് നിസ്കാരം പങ്കെടുക്കൂല. കാരണം എന്തായാലുണ്ടോ, ബാധ്യത നിറവേറ്റാതെ പോവുകയാണ് ഇയാള്. ഇപ്പൊ ഞായക്ക് നിസ്കരിക്കാൻ കഴിയൂല. അത് രണ്ട് കാരണങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, അള്ളാഹിന്റെ ഹബീബിന്റെ നിസ്കാരം കിട്ടാൻ വേണ്ടി സഹാബാക്കൾ കടക്കാരായി മരിക്കാതിരിക്കാൻ നോക്കും, കടലില്ലാതെ ആകാൻ ശ്രമിക്കും. അതിനു വേണ്ടിയാണത്. അതൊക്കെ ശിക്ഷണത്തിന്റെ തെർബിയത്തിന്റെ ഭാഗമാണ്. അതങ്ങനെ തന്നെ. അത് ഈ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് മയ്യത്ത് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത് അവിടെ തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കും, പുത്തൻ പ്രസ്ഥാനക്കാർക്ക് മാത്രമല്ല, സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾക്കും നാട്ടിലെ പ്രധാനപ്പെട്ട കാരണന്മാരും പണ്ഡിതന്മാരും നിസ്കരിക്കാതൊക്കെയാണ് വേണ്ടത്. അതുപോലെ ആത്മഹത്യ ചെയ്ത ഒരാൾക്കും നാട്ടിലെ പ്രധാന കാരണന്മാര് പണ്ഡിതന്മാര് താഴൊക്കെ നിസ്കരിക്കാതൊക്കെയാണ് വേണ്ടത്. അതുപോലെ നിസ്കരിക്കാത്തൊരു മനുഷ്യനാണ്, അവനും നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാർ നല്ല മനുഷ്യന്മാരൊക്കെ നിസ്കരിക്കാതൊക്കെ. പിന്നെ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ അതുണ്ടല്ലോ, അതിന്റെ കടമ വീടാൻ വേണ്ടി കുറെ ആൾക്കാർ നിസ്കരിച്ചുകൊണ്ട് ചെയ്യാന്നല്ലാതെ നാട്ടിലെ മൂല്യന്മാരും മറ്റൊക്കെ പങ്കെടുക്കാതൊക്കെ അല്ലേ. ഇന്ന് നാട്ടിൽ അങ്ങനെയല്ല. നാടന്മാർക്ക് ആര് മരിച്ചാലും മൂല്യര് നിസ്കരിക്കുന്ന നിർബന്ധിക്കാറ്. അങ്ങനെയാണ് ഇപ്പം മനുഷ്യന്മാർക്ക്. എന്താ മൂല്യര് മയ്യത്ത് കരിക്കണില്ല, ആളെപ്പ പിരിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ മൊയ്ലിയാർ അതിൽ നിസ്കരിക്കുക വേണ്ടത്. കാരണം എന്തുകൊണ്ടിട്ടുണ്ടോ, ഈ നല്ല മനുഷ്യന്മാരെ നിൽക്കാതെ എനിക്ക് മുടങ്ങിപ്പോവും എന്ന നിലക്ക് മനുഷ്യന്മാർ നന്നാകാൻ വേണ്ടിയിട്ടുള്ള തെർബിയത്തിന്റെ ഭാഗമായ ചില നിയമങ്ങളാണ് അതൊക്കെ. അള്ളാഹിന്റെ ഹബീബ് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മയ്യത്ത് വന്നവരെ അന്ന് പിരിവാണ്. ഇന്നിപ്പോ അങ്ങനെ വല്ല പിരിവുണ്ടോ? അന്ന് മയ്യത്ത് വന്നാൽ ആരെങ്കിലും ഒരാൾ നീച്ച് പറയും നമ്മൾ ചെറിയാപ്പാച്ചിന്റെ മകൻ വലിയാപ്പുട്ടിയാണ് മരിച്ചു കിടക്കുന്നത്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, പിന്നെ വാക്കാലുള്ളൊക്കെ പുറത്തു കൊടുക്കണം, പിന്നെ വല്ല സാമ്പത്തികമായ വല്ലതും ഉണ്ടെങ്കിൽ മൂത്ത മകൻ കുഞ്ഞാപ്പത് ഏറ്റെടുത്തിട്ടുണ്ട് ഓതുണ്ടാക്കി കഴിഞ്ഞാണ്ട് പറയിട്ടോ എന്ന് പറയും. അതിനാണ് ഇവിടെ കാണാത്തോണ്ടാണ്. ബാക്കി എല്ലാ കാര്യവും ഇത് ഒറ്റ വാക്കുമ്പോൾ നമ്മൾ തീർന്നില്ല. വേറൊരു സംഗതി ഇപ്പൊ ഒന്നുമില്ലല്ലോ. അതേ സമയത്ത് അവിടെയും കൂടി നമ്മൾ പിരിവാണെങ്കിൽ ഇപ്പൊ എന്താ നമ്മൾ കൂടി പോലെ, അതായത് പിരിക്കണം എന്നാ പറഞ്ഞത്, ഇയാളെ കടം വീട്ടി കൊടുക്കാൻ. അപ്പൊ പിരിവ് എന്ന സംഗതി എവിടെ എന്താണ് സ്വർഗം പറഞ്ഞതൊക്കെ പിരിവുണ്ട്. ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞ ഒരൊറ്റ ആയത്ത് അള്ളാഹു ചോദിക്കുകയാണ്,
യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജിക്കും മിൻ അദാബിൻ അലീം. എല്ലാവരും ഷട കുടഞ്ഞോളിട്ടോ. കാരണം എന്തായാലുണ്ടോ, കച്ചവടം എന്ന് കേൾക്കുമ്പോൾ മനുഷ്യന്മാർക്ക് ഒരു ആവേശമുള്ള സംഗതിയാണ്. നമ്മൾ UAE ചെല്ലുമ്പം കാണാം, പിരിവ് ചോദിച്ചാൽ ഉസ്താദേ എന്താ ഈ സാമ്പത്തിക മാന്ദ്യം, ആകെ ഇടങ്ങേറി വേജാറ്, പിന്നെ ഒരുപാട് പിരിവാരും അതിൻ്റെ അടിയിൽ നടക്കൂലട്ടോ, കൂട്ടിയാ കൂടുതലട്ടോ എന്നറിയോ. അപ്പോൾ ആ വർത്തമാനം കേട്ടാൽ നമുക്ക് തന്നെ ചോദിച്ചവരെ ഇടങ്ങേറായും തോന്നിപ്പോ. ഞാൻ മാനിക്കും വേറൊരാൾ വന്ന് കണ്ട് 1 ലക്ഷം മുടക്കിയാൽ 10,000 റുപ്യ, മാസം 10,000 റുപ്യ. അപ്പൊ എന്താ ഇയാൾ LKG ക്ലാസ് തുടങ്ങുകയാണ്, അതിനാണ് ഇപ്പോൾ ലക്ഷങ്ങൾ. ഒരു LKG ക്ലാസ് ഷെയർ അടിസ്ഥാനം തുടങ്ങിയിട്ട് എങ്ങനെ 10,000 റുപ്യ കൊടുക്കുക? അതൊന്നും ഈ സാധു ചിന്തിക്കണില്ല. അപ്പൊ തന്നെ ഈ സാധു അല്ല അതിപ്പോ എങ്ങനെ ഡ്രാഫ്റ്റ് ചെക്കായിട്ടാ കിട്ടുക? അത് നിങ്ങൾ പൊരി കൊണ്ടുപോയി കൊടുക്കുമോ ലാഭം, അതോ ഒന്നിച്ച് കിട്ടലേക്കാരോ? അപ്പൊ ഇയാൾ ആവേശമായി. കാരണം കച്ചവടം കേൾക്കുമ്പോൾ മനുഷ്യന്മാർക്ക് ഭയങ്കര ആവേശം, ലാഭം ഉണ്ടാവുമല്ലോ, ലാഭം ഉണ്ടാവും, അതെന്തായാലും വേണ്ടിയില്ല. അപ്പൊ അല്ലാഹു തആല മനഃശാസ്ത്രം അനുസരിച്ച് കൈകാര്യം ചെയ്യാൻ അല്ലാഹു ചോദിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഒരു കച്ചവടത്തെ പറ്റി അറിയിച്ചു തരട്ടെയോ. ഈ കച്ചവടത്തിന് ഇവിടെ 1,50,000 അല്ല, ഈ കച്ചവടത്തിന് നിങ്ങൾക്ക് വേദനാജനകമായ നരകത്തിൽ നിന്ന് മോചനം, അങ്ങനത്തെ ലാഭകരമായ കച്ചവടം അറിയിച്ചു തരട്ടെയോ. അതേ, ഏതാണ് ആ കച്ചവടം? തൂമിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കലാണ്. വതുജാഹിദൂന ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യലാണ്. ബി അംവാലിക്കും, നിങ്ങളെ മുതലുകളെ കൊണ്ട്, വ അൻഫുസിക്കും, നിങ്ങളെ സ്വത്തുകളെ, നിങ്ങളെ ശരീരത്തെ കൊണ്ടും. മുതല് തരി സ്വർഗം തരാം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭാവന. പിരിവിന്റെ ആമുഖം അങ്ങനെ തന്നെയാണ്. ആർക്കാണ് സ്വർഗം വേണ്ടത്? തബൂക്ക് യുദ്ധത്തിലൊക്കെ പിരിവ് കഴിച്ചപ്പോ കാണാം, തബൂക്ക് യുദ്ധത്തില് ഈ ഖുത്ബക്ക് 3 സ്റ്റെപ്പ്. മെഹ്റാബിന് മേലെ മെഹ്റാബിന്ന്, അല്ലെങ്കിൽ ചോദ്യം, അല്ലെങ്കിൽ താഴെ മെഹ്റാബിന്ന് പടിയുന്ന ചോദ്യം, ആരാണ് ഏറ്റവും വലിയ സംഖ്യ പറയാ? തബൂക്ക് യുദ്ധത്തിൽ വലിയ സംഖ്യ ആവശ്യമുണ്ട്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു 100 ഒട്ടകം, അതെടുക്കുന്ന ആയുധം കുറെ അങ്ങോട്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഭയങ്കര സംഭാവനയായി. എന്നിട്ട് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് ഇനി ആരാണ് വലിയ സംഖ്യ? അപ്പൊ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു തന്നെ. കാരണം എന്താ, ഇത് റസൂലുള്ള ഏറ്റവും വലിയ ഓഫർ ഇങ്ങനെ പറയുമ്പോൾ അത് ഒത്ത കിട്ടാൻ വേണ്ടി പറയാണ്. 3ാമത്തെ ചോദ്യത്തിലും അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ തരാം 300 ഒട്ടകം, അതിന്റെ ആയുധം ഞാൻ തരാറ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാനെ, എന്റെ പേര് ഞാൻ സ്വർഗത്തിന്റെ വാതിലിൽ വായിക്കുന്നു. എന്റെ പേര് ഞാൻ സ്വർഗത്തിന്റെ വാതിലും വരിപ്പം ഇങ്ങനെ എഴുതി വെച്ചാൽ ഇങ്ങനെ കഴിഞ്ഞില്ല. ഉസ്മാനെ, ജിബ്രീലിന്റെ ചിറകുമ്മലും നിന്റെ പേരുണ്ട്, അർശിന്മേലും നിന്റെ പേരുണ്ട്. മാത്രമല്ല, ഏത് പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു റഫീഖ് ഉണ്ടാകും, ഒരു സ്പെഷ്യൽ സെക്രട്ടറി, കാര്യങ്ങളൊക്കെ ഒപ്പം നടക്കുന്ന ഒരാളുണ്ടാകും. റഫീഖി ഉസ്മാൻ, എന്റെ സ്വർഗത്തിലെ റഫീഖ് ഉസ്മാനാണ്. പിന്നെ ആളുകൾ സംഭാവന പറയാതൊക്കോ? ആളുകൾ ഈ സ്വർഗം കേട്ട് സംഭാവന, സ്വർഗത്തിന് വേണ്ടി സംഭാവന. അത് സൈനബ ബീവിന്റെ കയ്യിൽ ഒന്നുമില്ല, എന്താ പാവം പെണ്ണിന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഓരോ പക്കത്തിലും പിരിവ് കൊന്നൊക്കെ സ്വർഗം. അപ്പൊ ബീവിക്ക് ഒറ്റ പണി അറിയും, എന്താ? പായ ഉണ്ടാക്കൽ അറിയും. അപ്പോ മദീനായിലേക്ക് കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഓല വെട്ടിക്കൊണ്ടുവരാൻ പറയും. ആ ഓല കൊണ്ട് പായ ഉണ്ടാക്കും. പായ വിറ്റിട്ട് കാശിങ്ങനെ കെട്ടിവെക്കും. അതിങ്ങനെ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ഓരോ പൊക്തിലും പിരിവ് പള്ളിയിൽ, അത് പരീക്ക് കേൾക്കാ. പിരിവ് കഴിഞ്ഞ് റസൂലുള്ള വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് സ്വർഗം കിട്ടാൻ. അങ്ങനെയാണ് അവരൊക്കെ കൈകാര്യം ചെയ്തു പോന്നിരുന്നത്. ഏറ്റവും ലാഭകരമായ കച്ചവടമാണ് നമുക്ക് അല്ലാഹു നൽകിയ പൈസ ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത്. എന്ത് സുഖ സഹോദരന്മാരെ, പൈസ നിങ്ങൾക്ക് കൊടുത്തുകൂടായിരുന്നു അല്ലേ? അല്ല, ഞാൻ ആലോചിക്കാം, മഹാനായ ശംസുൽ ഉലമാ EK അബൂബക്കർ മുസ്ലിയാർ നബറല്ലാഹു മർഖദ, മഹാനായ EK അബൂബക്കർ മുസ്ലിയാർ പട്ടിക്കാട് ജാമിയ നൂരിയ, അങ്ങനെ ഒരു കോളേജിനെ പറ്റി ചിന്തിക്കുക. നമുക്കൊരു സ്ഥാപനം വേണം, കേരളത്തിൽ. ബെല്ലൂർക്ക് എല്ലാവർക്കും പോകാൻ കഴിയൂല. അങ്ങനെ സ്ഥലം അന്വേഷിച്ച്, ആരെ കയ്യിലും പൈസ ഇല്ല. വിദ്യാഭ്യാസ ബോർഡ് EKനെയാണ് അധികാരപ്പെടുത്തിയത്. സ്ഥലം അന്വേഷിക്കാം, സ്ഥലത്തിന് അച്ചാരം കൊടുക്കാൻ പൈസ ഇല്ല, ബസ്സിന് പൈസ ഇല്ല. അങ്ങനെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 500 റുപ്യ കടം വാങ്ങി ശംസുൽ ഉലമ. ആ 500 റുപ്യ കടം വാങ്ങിയിട്ട് മൂപ്പരിങ്ങനെ യാത്രയാണ്, എവിടെയാണ് ഇപ്പം നമുക്ക് പറ്റിയ സ്ഥലം കിട്ടുക. അങ്ങനെയാണ് ബാപ്പുവാജിനെ പറ്റി കേൾക്കുന്നത്. ബാപ്പുവാജിയാണെങ്കിൽ അന്ന് മലേഷ്യയിലോ സിംഗപ്പൂരിലോ കച്ചവടമുള്ള ഏറ്റവും വലിയ കോടീശ്വരനാണ്. ഈ വിഷയം കേട്ടപ്പോൾ മൂപ്പര് പറഞ്ഞു, എനിക്ക് അള്ളാഹു ദുന്യാവ് ഒരുപാട് തന്നിട്ടുണ്ട്, പക്ഷെ അള്ളാഹു കുട്ടികൾ തന്നില്ല.
2 പെണ്ണെട്ടി വെക്കാൻ 2 കുട്ടികളുണ്ടായില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുവന്നു. ഇന്ന് നമുക്ക് കേരളത്തിലെ സ്ഥാപനങ്ങളിൽ ഇന്ന് വരെ ഒരു നയാ പൈസ പിരിക്കാതെ നടത്തുന്ന കോളേജാണ് പട്ടിക്കാട് ജാമിയ എന്ന് പറയും. ഒറ്റ പൈസേൻ്റെ പിരിവ് എടുക്കലുമില്ല, എടുത്ത ചരിത്രവുമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തായിരുന്നോ, അദ്ദേഹത്തിന്റെ സ്വത്ത് ഇന്ന് ജാമിയ നൂരിയയുടെ കമ്മിറ്റിക്കാർ നോക്കി നടത്താൻ കഴിയാത്തതുകൊണ്ട് എത്രയോ പഴയ ഗൗരിയമ്മയുടെ ഭൂപരിഷ്കരണ നിയമത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഇന്നും കാണാം പെരിന്തൽമണ്ണെന്ന് വണ്ടൂർ റോട്ടിലേക്ക് നോക്കിയാൽ കാട് പിടിച്ച് കിടക്കുന്ന ഏക്കറ കണക്കിന് ഭൂമി കാണാം. ഇന്നും ബാപ്പു ഹാജി അത്രയും വലിയ സമ്പന്നനായിരുന്നു. സംശയമില്ല ചെന്നുകൊണ്ട് നമുക്കിങ്ങനെ ഈ ആരിമീങ്ങളെ വാർത്തെടുക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടണം, അത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഞാനും എൻ്റെ 2 പെണ്ണുങ്ങളും ഒന്നിച്ച് താമസിക്കണം ആ പോരി, അതിൻ്റെ മുറ്റുള്ള പറമ്പും അതിന് മാറ്റി ബാക്കി മൊത്തം ഞങ്ങൾക്ക് തന്നു. പകരം നിങ്ങൾ എനിക്ക് തരേണ്ട എന്തായിരുന്നെങ്കിൽ അവിടെ പഠിക്കണ മുത്താലിമീങ്ങളും അവിടുത്തെ ആരിമീങ്ങളും ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഓരോ മുഖം എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ എന്നെ മറയത് തന്നാൽ മതി. അതിൻ്റെ ഒരു സ്ഥലം ഞാൻ തരുന്നേലും നിങ്ങൾ എനിക്ക് നീക്കിക്കണം. അപ്പം എന്താ, കുട്ടികൾ ഇങ്ങനെ 5 വക്ത് നിസ്കരിക്കാൻ വരുമ്പോഴും പോകുമ്പോഴും നാട്ടിൽ പോകുമ്പോഴും വരുന്നതും ഒക്കെ എനിക്ക് ഇങ്ങനെ കണ്ട് കിടക്കാം. അതിൻ്റെ സ്ഥലം നിങ്ങൾ ഇച്ചിരി 6 അടി മണ്ണ് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് മൊത്തം സ്വത്ത് കൊടുത്ത് മരിക്കണതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ജാമിയ നൂരിയൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പറ്റ വയസ്സായി, ഇനിൻ്റെ പെണ്ണുങ്ങൾ 2 ഓലും മരിച്ചാൽ പിന്നെ ആ പരിയും പറമ്പും കൂടി ഈ ഇതിനെ ജാമ്യക്ക് എടുക്കണം. അങ്ങനെ മൊത്തം സമ്പാദ്യം. അങ്ങനെ അത് സഹാബാക്കളുടെ കഥ മാത്രമല്ല, നമ്മളെ കേരളത്തിലുണ്ട് സഹോദരന്മാരെ ഇത്ര 100 കണക്കിന് കഥ പറയാം. അള്ളാഹു തന്ന പണം അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, അങ്ങനെ സ്വർഗം വാങ്ങുക. എത്ര അദ്ദേഹം ബാപ്പു ഹാജിന്റെ ഖബറിനെ അള്ളാഹു സ്വർഗത്തോപ്പായി കൊടുക്കുമാറാകട്ടെ. എത്ര നല്ല മനുഷ്യന്മാരുണ്ട് സഹോദരന്മാരെ അങ്ങനെ. അപ്പൊ നമ്മൾ പിരിവ് ചോദിക്കുമ്പോൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല, എത്ര കൊടുത്താലും കൊടുക്കുക. അത് നമുക്ക് നാളെ ആഖിറത്തിലുണ്ടാവും. എന്നാൽ ഇല്ലാത്ത ആൾക്കാരെന്ത് ചെയ്യുക? ഇല്ലാത്ത ആൾക്കാരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ എല്ലാം പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് സദഖന്റെ കൂലിയാണ്. പിന്നെ അതുപോലെ തസ്ബീഹിന് ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹും ഒക്കെ സദഖന്റെ കൂലി ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ 1000 റുപ്യ പറഞ്ഞാൽ 1000 റുപ്യ കൊടുക്കാൻ കഴിയാത്ത ആൾക്കാർ കുശ്ബു ആയിട്ട് ഇരിക്കല്ലോ. അവനെന്താ പറഞ്ഞൂടെ, അവനെന്താ പറഞ്ഞൂടെ, അവനുണ്ടാക്കിയിട്ടുണ്ടല്ലോ മക്കള്. അതെ, അങ്ങനെയല്ല പറയണ്ടേ. പഠിച്ചവനെ 1000 റുപ്യ ഓൻ കൊടുത്തല്ലോ, എനിക്കൊരു ഗതി ഇല്ലല്ലോ, അപ്പൊ 1000 വട്ടം സുബ്ഹാനല്ലാഹ് പറയാം, 1000 വട്ടം സുബ്ഹാനല്ലാഹ് പറയാം. പണക്കാര് ഇങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ എന്നുള്ളതൊക്കെ തസ്ബീഹ് കണ്ട് ഇങ്ങനെ അങ്ങനെയല്ല. ഒരു തസ്ബീഹിലിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല, ഒരു തസ്ബീഹ് ആവശ്യമില്ല. ഓരിപ്പഴ 1000 റുപ്യ കൊടുത്താൽ മതി. 1000 റുപ്യ കൊടുക്കുമ്പോ ഗതിയില്ലാത്തവൻ പട്ടം തസ്ബീഹ് മാലെടുക്കട്ടെ, അയാൾ ചെല്ലട്ടെ ദിക്ർ ആ പോസ്റ്റിലെത്താം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കിട്ടാൻ നമുക്ക് വളവുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, എളുപ്പങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ എന്തേലുണ്ടെങ്കിൽ ലാഭകരമായ കച്ചവടം, ആ ലാഭകരമായ കച്ചവടം ചെയ്യലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കലാ, റസൂലിൽ വിശ്വസിക്കലാണ്. പിന്നെയോ അള്ളാഹുവിന് വേണ്ടി സമരം ചെയ്യുക, ശരീരം കൊണ്ടും മുതൽ കൊണ്ടും. ശരീരം ആവശ്യമാകുമ്പോൾ അത് നീക്കി വെക്കുക, മുതൽ ആവശ്യമാകുമ്പോൾ അതും കൊടുക്കുക. എന്നാൽ എന്താണ് ദാലികാദുക്കാലക്കും, അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഖൈറുല്ലക്കും, അതാണ് ഏറ്റവും ഖൈറ്. ഇൻ കുൻതും തഅലമൂൻ, വിവരമുള്ളവരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. യഗ്ഫിറുലക്കും ദുനൂബക്കും, അങ്ങനെ ചെയ്താൽ നിങ്ങളെ ദോഷങ്ങൾ പൊറുത്തു കിട്ടും. ഇതൊക്കെ എവിടെയാ പറയും? നമ്മൾ വേറെ പറയുമ്പോൾ മൂല്യന്മാർ ആയത്ത് ഓതിയാൽ എളുപ്പമുള്ള ആയത്തുണ്ടാവും, അതൊക്കെ പഠിച്ചേക്കണമല്ല. അപ്പൊ ഇത് സൂറത്ത് സഫിലാണ്. അതായത് പിന്നെ ഹല്ലത്താലൽ ഇൻസാൻ ഹീനും മിനദ് ദഹ്ർ എന്നുള്ള സൂറത്ത് വരുന്നത് തൊട്ടിപ്പുറത്തെ സൂറത്താണ് സഫ് സൂറത്ത്. അതിനാണ് ഇപ്പൊ ഈ സംഗതി പറയുന്നത് കേട്ടോ. കാണാൻ പഠിക്കാൻ എളുപ്പമുള്ള സൂറത്തുമാണ്. അല്ല അള്ളാഹു പറഞ്ഞ ഇത് വളരെ സിമ്പിൾ അതിനർത്ഥം. അല്ല അതില്ലും ഞാൻ അറിയിച്ചു തരട്ടെ, അലാ തിജാറത്തി, ഒരു കച്ചവടത്തിന്റെ മേൽ, തുഞ്ചീക്കും പിന്നെ അദാബിൻ അലീം, വേദനാജനകമായ നരകത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടും, അത് കച്ചവടം പറഞ്ഞു തരട്ടെ. അത് തൂമിനൂന ബില്ലാഹി വറസൂലി, അള്ളാഹും റസൂലും വിശ്വസിക്കലാണ്. തുജാഹിദുന ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ വഴിയിൽ യുദ്ധം ചെയ്യലാണ്. ബി അംവാലിക്കും, നിങ്ങളെ മുതലിനെ കൊണ്ടും അൻഫുസിക്കും, നിങ്ങളെ ശരീരം കൊണ്ടും. നിങ്ങൾക്ക് അതാ നല്ലത്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങളെ അറിയുന്നവരാണെങ്കിൽ. എന്നാ എന്താ കിട്ടുക? യഗ്ഫിറുലക്കും, നിങ്ങൾക്ക് പുറത്തു കിട്ടും. നിങ്ങളെല്ലാ ദോഷവും നമ്മൾ പുറത്തു വരും. മാത്രമല്ല വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തായ് ഭാഗത്തിലൂടെ അരുവികൾ, പാലിന്റെ കള്ളിന്റെ തേനിന്റെ പുഴകൾ ഒഴുകുന്ന സ്വർഗണ്ട്. എന്നിട്ടാ നിർത്തിയ ജന്നാത്തു അദ്ൻ എന്ന് പറഞ്ഞ സ്വർഗത്തിലെ അതിമനോഹരമായ ഒരു ഇടമുണ്ട്. അവിടെ സൗഭാഗ്യത്തിന്റെ നിറകൂടമായ ഒരു വീട് നിങ്ങൾക്കുണ്ട്. എന്താണ് ഈ ഓഫർ? നിങ്ങൾ നോക്കി സഹോദരന്മാരെ, ആദ്യം പറഞ്ഞ് ദോഷം പൂർത്തിയാറും, പിന്നെ പറഞ്ഞ് അടിഭാഗത്തിലൂടെ പാലിന്റെ കള്ളിന്റെ തേനിന്റെ വെള്ളത്തിന്റെ പുഴ ഒഴുകുന്ന സ്വർഗം തരാന്ന് പറഞ്ഞ്. എന്നിട്ട് പഠിച്ചോ നിർത്തിയില്ല. അത് പോരെ നിങ്ങൾക്ക്? സൗന്ദര്യത്തിന്റെ പ്രതീകമായ ഒരു പുര തരാം.
ആ പര എവിടെയാണ്? ഫീ ജന്നാത്തി അദ്നിൻ, സ്വർഗത്തിന്റെ ഏറ്റവും മനോഹരമുള്ള ഒരു പ്രദേശമാണ് ജന്നാത്തു അദ്ന്. അവിടെ ഒരു വീട് തരാം. അപ്പൊ കുറച്ച് മനുഷ്യന്മാർക്ക് ഇതൊക്കെ ഇപ്പൊ മരിച്ച ശേഷമുള്ള സംഗതിയല്ലേ, ഇവിടെ അങ്ങനെയുള്ള കുറച്ച് മനുഷ്യന്മാർക്ക് ഇതൊക്കെ ഇപ്പൊ സംഗതിയൊക്കെ മരിച്ച ശേഷം ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടോ? അല്ലാഹു പറയുന്നു നിങ്ങൾ വേറെ എന്തെങ്കിലും ഇഷ്ടം വെക്കുന്നുണ്ടോ? മക്കളെ കെട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കടം വീടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കുട്ടികളുണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? പൊരണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ, ഇഷ്ടപ്പെടുന്നു? അത് വേറെ തരാം, അത് ഞാൻ നിങ്ങൾക്ക് വേറെ തരാം. എന്നിട്ട് പറയണു നിങ്ങൾക്ക് ഏത് വിഷയത്തിലും അല്ലാഹുവിന്റെ സഹായല്ലേ, അത് ഞാൻ ഉടനടി തരാം. ഈ സന്തോഷ വാർത്ത ഒന്ന് മുഅ്മിനീങ്ങളെ അറിയിക്കുകയും നബിയേ. എത്ര മനോഹരമായ അവതരണമല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ അവതരണം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? സമ്പത്ത് തന്നോളൂ. സമ്പത്ത് തന്നാൽ നിങ്ങളെ ദോഷം പുറത്തു തരാലോ, സ്വർഗം തരാലോ. പോട്ടെ, സ്വർഗത്ത് ജന്നാത്തു അതിലൊരു വീടും തരാലോ. അത് മാത്രമല്ല, നിങ്ങൾ നിങ്ങൾക്ക് തോന്നല്ലേ ഇതിന് വേറെന്തെങ്കിലും വേണോ? നിങ്ങൾ എന്താ ഇഷ്ടപ്പെടുന്ന അതൊക്കെ തരാം. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കൂ, സംഭാവനയെ പറ്റി പറഞ്ഞ ഭാഗങ്ങൾ മാത്രം നമ്മളെ ചെറിയ വിവരമനുസരിച്ച് ഖുർആൻ ഓതുമ്പം കിട്ടിയത് എടുക്കുകയാണെങ്കിൽ 1000-ലേറെ സന്ദർഭങ്ങളിൽ അള്ളാഹു സ്വത്തിനെ പറ്റി പരാമർശിക്കുന്നത് കാണാം. അത് കൊടുക്കണം എന്നാണ് പറയണേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട പി മുഹമ്മദ് മുസ്ലിയാർ ഇവിടെ വന്നപ്പോൾ ഞാൻ ബഷീർ മാഷി പറഞ്ഞു, 9 മാസം കറണ്ടിന്റെ ബില്ല് ഞങ്ങൾ അടച്ചോളാന്ന് പറഞ്ഞത്ര ഇവിടെ കുറച്ച് മനുഷ്യന്മാർ. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്ക് അത് തൗഫീഖ് നൽകുമാറാകട്ടെ, ഉദ്ദേശം നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 0495-272-3439. മൊബൈൽ 94478-45627.